السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله الواحد القهار الصمد الجبار العزيز الغفار. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب لقاء الله أحب الله لقاءه. صدق رسول الله صلى الله عليه وسلم. تؤمل في الدنيا طويلا ولا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهري. وعلى محمد سيدنا وحبيبنا محمد صلى الله عليه وسلم. ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം
ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബിലും കാണുമേ ഞാൻ എൻ്റെ മണിമുത്ത് നൂറുള്ളാവേ മണിമുത്ത് നൂറുള്ളാവേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബിലും കാണുമേ ഞാൻ എൻ്റെ മണിമുത്ത് നൂറുള്ളാവേ മണിമുത്ത് നൂറുള്ളാവേ കണ്ണുള്ളോർ കണ്ടോ കണ്ടോരെ കണ്ടോ കണ്ടപ്പോൾ വീണ്ടോ കൽകൊള്ളം പൂണ്ടോ കണ്ണുള്ളോർ കണ്ടോ കണ്ടോരെ കണ്ടോ കണ്ടപ്പോൾ വീണ്ടോ കൽകൊള്ളം പൂണ്ടോ കാലങ്ങൾ ഞാൻ കാത്തു കിടന്നോ കാണാൻ കൊതിയായി ഏറെ നടന്നോ കാലങ്ങൾ ഞാൻ കാത്തു കിടന്നോ കാണാൻ കൊതിയായി ഏറെ നടന്നോ നബിയേ മദിയേ നിലവേ ഉയരേ എന്നിൽ വരുമോ ഓ നബിയേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബിലും കാണുമേ ഞാൻ എൻ്റെ മണിമുത്ത് നൂറുള്ളാവേ മണിമുത്ത് നൂറുള്ളാവേ പാപങ്ങളേറെ ചെയ്തു പോയി നോറേ തടയല്ല പൂവേ കനിയോല്ല ജീവേ പാപങ്ങളേറെ ചെയ്തു പോയി നോറേ തടയല്ല പൂവേ കനിയോല്ല ജീവേ കാലങ്ങൾ ഞാൻ കാത്തു കിടക കരയും ഓരൻ കൽകൾ തുടയ്ക്ക മതിയേ നിലവേ ഉയരേ നബിയേ എന്നിൽ വരുമോ ഓ നബിയേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബിലും കാണുമേ ഞാൻ എൻ്റെ മണിമുത്ത് നൂറുള്ളാവേ മണിമുത്ത് നൂറുള്ളാവേ ഞങ്ങൾ ഈ കാര്യക്രമത്തിൽ വന്ന് ലത്തീഫ് സാഹിബ് ഒരു കൊടുക്ക കാണിക്ക സംവിധാനമൊക്കെ എടുത്തുണ്ട് അൽഹംദുലില്ലാ ജനറലോട് മൻസൂർ അല്ലാഹു അക്ബർ അതേപോലെ നാളെ മെട്രോ ഹാജിയാർ മെട്രോ ഹാജിയാർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇൻഷാ അല്ലാഹ് നമ്മുടെ
പരിപാടി ഇവിടെ ഒരുപാട് നേരമായി തുടങ്ങി. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഇതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടി എത്താനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, ബഹുമാന്യരായ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, ഈ നാട്ടിലെ നല്ലവരായ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, ഇസയുടെ പ്രിയപ്പെട്ട കർമ്മധീരരായ സംഘാടകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉറക്ക നാമീം വരെ അല്ലാഹു നമ്മുടെ സംഗമത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഏതായാലും നമ്മുടെ സമയം ഇവര് നന്മയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു രണ്ട് മലക്കുകളെ അള്ളാഹു തആല പടച്ചിട്ടുണ്ട്, ഇടതും വലതും. അപ്പൊ അവർ നന്മകൾ രേഖപ്പെടുത്തുമ്പോൾ ഇന്നെങ്കിലും ഷമീർ ദാരിമിക്കും നിങ്ങൾക്കും വലതു ഭാഗത്തിരിക്കുന്ന മലക്കുകളുടെ പേന ചലിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയതുണ്ടെങ്കിൽ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി അള്ളാഹു തആല നൽകട്ടെ. നമ്മളിവിടെ ഇരിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അല്ലാഹു തആല ഇതിന്റെ ഒരു വിഹിതം അല്ലാഹു തആല അവരുടെ ഖബറിടത്തിലേക്ക് പടച്ച തമ്പുരാൻ എത്തിച്ചു കൊടുക്കട്ടെ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ പോലത്തെ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ മജ്ലിസിന്റെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാവരുടെയും സങ്കടങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ്, അതിമനോഹരമായ ഒരു മജ്ലിസാണ്. ഒരു മജ്ലിസിലും ഇന്ന് വരെ വന്നിട്ട് ആളിന്റെ എണ്ണമോ വലിപ്പമോ ഒന്നും ഞാൻ നോക്കാറില്ല. 10 പേരാണെങ്കിലും അവർക്കുള്ള വാള് പറഞ്ഞിട്ട് പോകാറുള്ളൂ. അതുകൊണ്ട് ഉള്ളവർ നിറഞ്ഞ മനസ്സോടെ എന്റെ കൂടെ ഇരിക്കണം. അള്ളാഹു ഇതിന് പകരം അള്ളാന്റെ അർശിന്റെ തണലിൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു തആല തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഇരുന്ന് ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നന്മയുടെ മരങ്ങളാണ്. ഞാൻ ഇവിടെ വെച്ച് പറയുമ്പോൾ അതൊക്കെ അവർക്കൊരു ദുആ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൽ ലത്തീഫൊക്കെ ഒരുപാട് മജ്ലിസുകളിൽ ഞാനൊക്കെ പോകുമ്പോഴും മറ്റുള്ള ഉസ്താദുമാരൊക്കെ പോകുമ്പോൾ നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ആ നാട്ടുകാർക്ക് അവിടെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാ സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിനും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് ചാർത്താറുണ്ട്. അതിനു പകരം അദ്ദേഹത്തിന്റെ ഉമ്മക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ പ്രസവിച്ച് പെൺകുഞ്ഞാണെന്നറിഞ്ഞ അല്ലാഹു ആ കുട്ടിക്കും ഉമ്മക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ രൂപ വീതവും അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നവരാണ്. അല്ലാഹു ഓരോരുത്തരുടെ സമ്പത്തിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ ഒരു മജ്ലിസ് കൊണ്ട് കേൾക്കുന്നത്. പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമായ മുത്തുകളുടെ കൂട്ടത്തിൽ, അമൂല്യമായ വാക്കുകളുടെ കൂട്ടത്തിൽ മർമ്മപ്രധാനമായ ഒന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. സഹജീവികളോട് കരുണ കാണിക്കുക. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ വെച്ച് ബഹുമാന്യരായ സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹും എല്ലാ സ്വഹാബത്തിനെയും അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടാകാം, നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തുള്ളവരുണ്ടാകാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ഈന്തപ്പന തോട്ടങ്ങളുള്ളവരുണ്ടാകാം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട സാധുക്കളായ ആളുകളുണ്ടെങ്കിൽ ആ ആളുകളെ കണ്ടറിഞ്ഞിട്ട് അവരുടെ കണ്ണീരും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാൻ നിങ്ങളാൽ കഴിയുന്ന ഓരോ സന്തോഷവും നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങളുടെ വേദനകൾ അല്ലാഹു മാറ്റുകയാണ്. അതുമാത്രവുമല്ല, വലഖാഹും നദറതൻ വസുറൂറ, നാളെ എല്ലാവരും സങ്കടത്തിൽ കഴിയുമ്പോൾ വലഖാഹും നദറതൻ വസുറൂറ, അല്ലാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോട് കൂടിയിട്ട് കാണാൻ
കാണാൻ പറ്റുമെന്നാണ്. പാവപ്പെട്ടവരെ സഹായിക്കുമ്പോ ഇസ്സയുടെ കർമ്മധീരരായ സംഘാടകർ ഈ ഒരു പേര് വെച്ചുകൊണ്ട് സാധുക്കളായ ആളുകളെ സഹായിക്കുന്നത് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ട് വേദന കൊണ്ട് പിടഞ്ഞു കഴിയുന്ന ആളുകൾക്ക് ഒരു നേരത്തെ മരുന്നിനെങ്കിലും കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്നോ ഇന്നലെയോ ഒന്നും കടന്നു വന്നതല്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിനോട് വേണ്ടിയാണ്, ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിന് ആഗ്രഹിച്ചിട്ടല്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നിറഞ്ഞിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ഈ മജ്‌ലിസിലേക്ക് വന്നത്. ഷമീർ ദാരിമിയെ കണ്ടിട്ടാകരുത്, മറിച്ചു നിങ്ങൾ വന്നത് നാളെ അള്ളാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാനാകണം. അല്ലാതെ കൊല്ലത്തുനിന്ന് ഞാൻ ഇവിടം വരെ വന്നല്ലോ അതുകൊണ്ടൊന്നും പോയേക്കാമെന്നുള്ള ചിന്ത ഒരിക്കലും വേണ്ട. ഈ മജ്‌ലിസ് ഏറ്റവും നല്ല ബറക്കത്തുള്ള മജ്‌ലിസാണ്, അള്ളാന്റെ പൊരുത്തമുള്ള മജ്‌ലിസാണ്, ഹബീബിന്റെ പൊരുത്തമുള്ള മജ്‌ലിസാണ്. കാരണം ലക്ഷക്കണക്കാന സ്വലാത്തിന്റെ മന്ത്രങ്ങൾ ഈ പവിത്രമായ മജ്‌ലിസിലൂടെ മുഴങ്ങാനുള്ളതാണ്. അതുമാത്രവുമല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വലയം ചെയ്തുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്ന ഒരു മജ്‌ലിസുമാണ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ആരെല്ലാം എന്തെല്ലാം നിയ്യത്തുകൾ ഖൽബിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ആ ആഗ്രഹങ്ങളെ മുഴുവനും നീ സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. സന്തോഷത്തിലായി കൊടുക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അതുകൊണ്ട് നല്ല ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. സ്വഹാബാ, നിങ്ങളെല്ലാവരും മസ്ജിദുൻ നബവിയിലൂടെ കടന്നു പോവുക. മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗത്തുള്ളവരെ വിളിച്ചുകൊണ്ട് വരിക. അബൂബക്കറും ഉമറും അലിയും ഉസ്മാനും റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് നിന്ന് ഇറങ്ങിയിട്ട് മദീനയിലൂടെ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന നടത്തത്തിൽ കാണുന്നവരോട് പറയുന്നു, സ്വഹാബാ, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരും ഒന്ന് വരുമോ? കേട്ടപാട് സ്വഹാബത്ത് മുഴുവനും നിറഞ്ഞ മനസ്സോടുകൂടി മസ്ജിദുൻ നബവിയിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് വന്നിട്ട് സലാം പറഞ്ഞിട്ട് സ്വഹാബത്ത് ഇങ്ങനെ കാത്തിരിക്കുമ്പോ പടച്ചവനെ നബി തങ്ങൾ പറയാണ്, സ്വഹാബാ, ഈ ദുനിയാവിന്റെ പുറത്ത് വന്ന് വിട പറയുമല്ലോ, പാപ്പയെ വിട്ട് പിരിയുമല്ലോ, ഉമ്മയെ വിട്ട് പിരിയുമല്ലോ, സഹോദരങ്ങളെ വിട്ട് പിരിയുമല്ലോ, കൂട്ടുകാരെ വിട്ട് പിരിയുമല്ലോ. അങ്ങനെ ഒരു സമയം വരുമ്പോ നല്ലതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കണോ? അത് മാത്രവുമല്ല, എന്നെ കണ്ടിട്ട് മരിക്കാൻ പറ്റണോ? അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് മരിക്കാൻ പറ്റണോ? ഉടൻ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അതെന്ത് ചോദ്യമാണ് നബിയേ? അങ്ങനൊക്കെ മരിക്കാൻ പറ്റിയ അതിനേക്കാൾ സൗഭാഗ്യം എന്താണ് ഹബീബേ ഉണ്ടാകുന്നത്? അതുകൊണ്ട് പറയുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാണ്, 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ 4 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നിങ്ങൾക്ക് ദുആ ചെയ്യും. സ്വഹാബാ, 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ 4 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് ദുആ ചെയ്യുന്നതാണ്. ആ 4 കാര്യങ്ങൾ ഈ നിൽക്കുന്ന എന്റെ ഉപ്പമാരോട്, എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരോട് പറയുമ്പോ, എന്റെ പൊന്നുമോനെ, 1 1.5 1.25 മണിക്കൂറോ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഇരുന്ന് 4 കാര്യങ്ങൾ കേട്ടിട്ട് ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും
ഒരെണ്ണം നമുക്ക് ചെയ്യാൻ പറ്റിയാല് പടച്ചവനെ ഇതിനേക്കാൾ സന്തോഷം നമുക്കൊന്നുമില്ലല്ലോ ചെറുപ്പക്കാരാ. ഒന്നാമതായിട്ട് പറയുന്നു, മരിക്കുമ്പോ റബ്ബിന്റെ പൊരുത്തം വേണോ? നാൽക്കാലികള് ചത്തുപോകുന്നത് പോലെ കാലിട്ടടിച്ചുകൊണ്ട് ചത്തുപോകാതെ ഇരിക്കണോ? കലിമ ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കണോ? നബി തങ്ങൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ. നാൽക്കാലികൾ ചത്തുപോകുന്നത് പോലെ വഴിയോരത്ത് കിടന്ന് പിടഞ്ഞ് മരിച്ചു പോകാതെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന സമയത്ത്, ഇഷ്ടപ്പെടുന്ന നേരത്ത്, ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ പറ്റണ്ടേ സ്വഹാബ? അതിന്റെ ഒന്നാമതായിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അത് ജീവകാരുണ്യ പ്രവർത്തനമാ. 4 കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞതില് മർമ്മപ്രധാനമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സർവറെ ആലം സർക്കാരെ മുജസ്സമ താജ്ദാരെ മദീന നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ളവര്, നിങ്ങളുടെ നാട്ടിലുള്ളവര്, നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവര്, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വിഷമത്തിൽ കഴിഞ്ഞ, സങ്കടത്തിൽ കഴിഞ്ഞ, അവരുടെ മക്കളെ വന്ന് കെട്ടിച്ചയക്കാൻ പോലും നിവൃത്തിയില്ലാതെ പട്ടിണിയും പരിവട്ടവുമായിട്ട് വീടിന്റെ അകത്തട്ടിലേക്ക് കിടന്നാൽ, എന്തിനേറെ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ടിട്ട്, രോഗം പിടിപെട്ട് വീടിന്റെ അകത്തട്ടില് ഒരു നേരത്തെ മരുന്നിന് പോലും ഗതിയില്ലാതെ മേടിക്കാൻ കഴിയാതെ വീടിന്റെ അകത്തട്ടിൽ ആരെങ്കിലും ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടുകൂടി കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് നടക്കല്ലേ സ്വഹാബ? അവരെ നിങ്ങൾ കാണണേ സ്വഹാബ. അവരെ വീട്ടിന്റെ ഉള്ളില് നിങ്ങൾ പോകണേ സ്വഹാബ. അവരോട് കാര്യങ്ങൾ തിരക്കണേ സ്വഹാബ എന്ന് പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ്. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളതാ അല്ലാഹു നിങ്ങൾക്ക് തന്നുപോയ സമ്പത്ത് നിങ്ങളെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാറുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവർക്ക് കൊടുക്കാറുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവർക്ക് നിങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ ആദ്യം കൊടുക്കേണ്ടുന്നത് ആർക്കും അറിയോ? നിങ്ങളുടെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടോ? പാപ്പയുടെ ജേട്ടന്റെ മക്കള് പാവപ്പെട്ടവരാണ്, അവരിൽപ്പെട്ട കുഞ്ഞുങ്ങൾ രോഗമുള്ളവരുണ്ട്, പട്ടിണിയും പരിവട്ടവുമായി കടന്നു പോകുന്നവരാ. നാടിന്റെ നാനാഭാഗങ്ങളില് കൊടുക്കണ്ട എന്നല്ല സഹോദരങ്ങളെ പറയുന്നത്. എവിടെ വേണോ കൊണ്ടുവന്ന് കൊടുക്ക, ഏതു ഭാഗത്ത് വേണോ കൊണ്ടുവന്ന് കൊടുക്ക. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ വാക്കറിയോ? നിങ്ങളുടെ കുടുംബത്തില് ഏതൊരാളാണ് സങ്കടത്തിൽ കഴിയുന്നത്, ആദ്യം നിങ്ങൾ കരുണ കാണിക്കേണ്ടുന്നത്, ആദ്യം നിങ്ങൾ സഹായിക്കേണ്ടുന്നത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരോടാണെന്ന് പഠിപ്പിച്ചത്. ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ തിരുദൂതരെ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബിയുടെ മജ്ലിസില് ഒരു ചെറുപ്പക്കാരൻ ഇരുന്നിട്ട് കരയുന്നുണ്ട്. നബിയെ, എത്രയാ കരയുന്ന എന്നറിയൂല റസൂലല്ലാഹ്. ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോടെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു നബിയെ. എത്ര സ്വതക്ക ചെയ്യുമെന്നറിയോ? എന്റെ ഈന്തപ്പന തോട്ടങ്ങളെ ഹദിയ ചെയ്തെന്നറിയോ? എന്നിട്ട് പോലും എന്റെ ദുആയ അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ നബിയേ. ആരാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ സിംഹഭാഗവും സമ്പത്തിന്റെ ഭൂരിഭാഗവും പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ഹദിയ ചെയ്ത ആളാ. എന്തുകൊണ്ടാണ് ദുആ സ്വീകരിക്കാത്തത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ചെറുപ്പക്കാരനെ അരികിൽ വിളിച്ചിട്ടൊരു ചോദ്യമാ, മോനെ, നീ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നവനാണ്, ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പുന്നവനാണ്,
കഴിയുന്നവരെ പൊന്നുപോലെ നോക്കുന്നവനാണ്. എന്നാൽ മോനെ, നിന്റെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടോ? നിന്റെ ഉമ്മാന്റെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടോ? നിന്റെ ബാപ്പയുടെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട്. എന്നാ നീ എന്നോട് സത്യസന്ധമായിട്ട് പറയോ, അവർക്ക് നീ സ്വതക്ക ചെയ്തിട്ടുണ്ടോ? അവർക്ക് നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല നബിയേ, എനിക്കതിന് കഴിഞ്ഞിട്ടില്ല നബിയേ. ഓരോരുത്തരും മനസ്സിലാക്കാനുള്ള വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ, നിന്റെ കുടുംബത്തിലുള്ള എത്രയോ പ്രിയപ്പെട്ട മക്കള് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ കരയുന്നവരാണ്. വിശന്നിട്ട് ഉറങ്ങാത്ത മക്കളും നിന്റെ കുടുംബത്തിലുണ്ടല്ലോ. എന്നിട്ടും എന്തേ മറ്റുള്ളവരെ നീ സഹായിച്ചു തെറ്റാണെന്ന് പറയുന്നില്ല? അതൊക്കെ നന്മയാ. എന്നാ നിന്റെ കുടുംബത്തിൽ എത്ര ദിവസം പൊട്ടിക്കരഞ്ഞ മക്കളുണ്ട്? ആ പ്രിയപ്പെട്ട കുരുന്ന മക്കളെ എന്തേ നീ മറന്നുപോയത്? അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ നിന്റെ ദുആ സ്വീകരിക്കാത്തത്. അതുകൊണ്ട് ഇന്ന് നിനക്കുള്ളതിന്റെ ഒരു ഭാഗം ആ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊടുക്ക്. കേട്ടപാടെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് അല്ലാഹുവിന്റെ ഹബീബിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി കുറച്ചു ദീനാറുകൾ എടുത്തു, കുറച്ചു ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എടുത്തു. എല്ലാമായിട്ട് സ്വന്തം അനുജന്റെ മക്കള് കരയുന്നുണ്ടല്ലോ. ആ അനുജന്റെ മക്കളുടെ അരികത്ത് വന്നിട്ട് അവർക്കതങ്ങ് കൊടുത്തിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ വാടിത്തളർന്ന് കിടന്നുപോയ മക്കള് അവരെഴുന്നേറ്റുകൊണ്ട് കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് മസ്ജിദ് നബവിയുടെ അകത്തട്ടിൽ ചെന്നു. അവിടെ ഇരുന്നിട്ട് ഒരൊറ്റ ദുആയ, യാ അല്ലാഹ്, എത്ര വർഷങ്ങൾ കൊണ്ട് കരയുന്നുണ്ട് റബ്ബേ, എന്തെല്ലാം മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് പറഞ്ഞു റബ്ബേ, എന്നിട്ട് പോലും എന്റെ ഒരാഗ്രഹം സബലീകരിച്ചില്ലല്ലോ. ഇന്ന് എന്റെ കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സന്തോഷത്തിന്റെ വക കൊടുത്തിട്ടുണ്ട് നബിയേ. അല്ലാഹുവേ, നന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ദുആ ചെയ്തപ്പോ വർഷങ്ങൾ കൊണ്ട് ദുആ ചെയ്തിട്ട് സ്വീകരിക്കാത്തത് ആ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതെങ്കിൽ, ഉപ്പമാരെ, പെങ്ങളെ, എവിടെയാണ് അനാഥ മക്കളുള്ളത്? എവിടെയാണ് അവർക്ക് ഞാൻ അല്ലാഹു കൊണ്ട് കൊടുക്കേണ്ടുന്നത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരോടാണെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ തിരുദൂതരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും വെറുതെ പറയല്ല, ഇതൊന്നും വെറുതെ പറഞ്ഞിട്ട് പോകാനും വന്നതല്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവരെ നമ്മൾ അന്വേഷിച്ചു, വീടിന്റെ തൊട്ടപ്പുറത്തുള്ളവരോട് ചോദിക്കേണ്ടെന്നല്ല, ചോദിച്ചോളി. എന്നാൽ സ്വന്തം കുടുംബത്തിൽ ഇതുപോലെ എത്ര മക്കള് പട്ടിണി കിടക്കുന്നുണ്ട്, ഭർത്താവ് മരിച്ചുപോയ എത്രയോ പാവപ്പെട്ട വിധവകളുണ്ട്. അവരോട് പറയാ, നിങ്ങളെ ഞാൻ സഹായിക്കാം, അവരോട് പറയാ, നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ മരുന്നിന്, അല്ലെങ്കിൽ എത്രയോ സഹോദരങ്ങൾ സ്വന്തം കൂടപ്പിറപ്പുകൾ വാടക വീട്ടിൽ കിടക്കുന്നു, അവരോട് പറയാ, നിന്നെ ഞാൻ സഹായിക്കാം. പൊന്നാര ഉപ്പമാരെ, ഈ ഒരു പറച്ചിൽ പോലെ ഒന്നുമില്ല, ഈ ഒരു സന്തോഷം പോലൊന്നുമില്ല. അതുകൊണ്ട് ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടാണ് നിങ്ങൾ ചോദിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നാലാമത്തെയും മൂന്നാമത്തെയും കാര്യം പറഞ്ഞ് ഈ മജ്‌ലിസ് കണ്ണുനീരോടെയായിരിക്കണം നമുക്ക് പിരിയാനുള്ളത്. ഞാൻ വരിക്ക് വരിയായി പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഒന്നാമത്തത് കുടുംബത്തിൽപ്പെട്ടവർക്കാണ് സദഖ ചെയ്യാനുള്ളത് ആദ്യം. രണ്ടാമത്തത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവരാണ്, അതായത് നിങ്ങളുടെ നാടിനുള്ളവരാണ്, നിങ്ങളുടെ നാട്ടിലുള്ളവരാണ്. മറുനാട്ടിലുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ട
എന്നല്ല, പാവപ്പെട്ടവരെ സഹായിക്കണ്ട എന്നല്ല. എന്നാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത് ആ നാട്ടിലുള്ളവരെയാണ്, അവിടെ ഉള്ള പാവങ്ങളെയാണ്, അവിടെ വിഷമത്തിൽ കഴിയുന്നവരെയാണ്, അവിടെ ദുഃഖത്തിൽ കഴിയുന്നവരെയാണ്. ആ നാട്ടുകാർക്കാണ് രണ്ടാമത്തെ മുൻഗണന കൊടുക്കാനുള്ളത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്തിനെന്നറിയോ? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സാദുക്കക്ക് വേണ്ടി സദഖ ചെയ്തത് വയുത്ഇമൂന അത്അാമ അലാ ഹബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ബീവിന്റെ മുമ്പിൽ വിശന്ന് കരഞ്ഞുകൊണ്ട് വന്നവര്, ആ വിശപ്പ് സഹിച്ചു കൊണ്ടുവന്നവര് ചോദിച്ചപ്പോ പൊന്നുമക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ഭക്ഷണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എടുത്തു കൊടുത്തത് ഫാത്തിമ ബീവിക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല, അലിയാർ തങ്ങൾക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല, ഹസനും ഹുസൈനും വിശപ്പില്ലാഞ്ഞിട്ടല്ല, മറിച്ചോ അവർക്കൊക്കെ വിശപ്പുണ്ട്. പക്ഷേ അവർക്ക് വിഷമങ്ങളുള്ളതിനോടൊപ്പം, അവർക്ക് സങ്കടമുള്ളതിനോടൊപ്പം, അവർക്ക് കണ്ണീരുള്ളതിനോടൊപ്പം അവര് മറ്റുള്ളവരെ സഹായിച്ചത് എന്തിനെന്നറിയോ? വലഖാഹും നദറതൻ വസുറൂറാ. നാളെ പടച്ച തമ്പുരാനെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാനാണ്. എന്റെ ഉപ്പമാരെ, ഇന്നിതിനു വേണ്ടി ഇറങ്ങി തിരിച്ച സംഘാടകര് അവരെല്ലാവരും പണക്കാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവരിൽ കടങ്ങളുള്ളവരില്ലേ? അവരിൽ പ്രയാസങ്ങളുള്ളവരില്ലേ? പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു മുന്നോട്ട് വരുമ്പോഴും അവർക്കും സങ്കടങ്ങളുണ്ട്, അവർക്കും ദുഃഖങ്ങളുണ്ട്, അവർക്കും പ്രയാസങ്ങളുണ്ട്. അതിനോടൊപ്പം അവരെ സഹായിക്കുന്നത് ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ. സിറാത്തും മുസ്തഖീം എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, കൽബർക്കിൽ ഖാതിഫി, ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകാനാണ് ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറയാ, രണ്ടാമത് നിങ്ങളെ സഹായിക്കാനുള്ളത് നിങ്ങളുടെ നാട്ടുകാരെയാ, നിങ്ങളുടെ അയൽവാസികളെയാ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. പൊന്നാര ഉപ്പമാരെ, ഞാൻ നിങ്ങൾ ഇരുത്തിയിട്ട് പ്രയാസപ്പെടുത്തില്ല. 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് അവിടെ ആയിക്കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിയും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇതിനേക്കാളുപരി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നല്ലതുപോലെ ഇരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. നിങ്ങളുടെ കണ്ണ് നിറയുന്ന സംഭവം ഞാൻ പറഞ്ഞു തരും. അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തിന്റെ ആനുകൂല്യങ്ങൾ അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉപ്പമാരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കാനുള്ള പാടാണ്. നമ്മളെല്ലാം ചെയ്യും, ആരും ചെയ്യണ്ടെന്നല്ല, അല്ലെങ്കിൽ അപ്പുറത്തെ നാട്ടിൽ നമ്മൾ പോയി സദഖ ചെയ്യണ്ട, ഹദിയ ചെയ്യണ്ടെന്നല്ല. നമ്മുടെ നാട്ടുകാരോട് ആദ്യം മുൻഗണന കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. സ്വലാത്തിന് ഒരു പവർ. കാരണം നമ്മുടെ മജ്ലിസ് വേറൊന്നുമല്ല, വഅദല്ല, സ്വലാത്ത് മജ്ലിസ്. നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ സ്വലാത്ത് കൊണ്ട് അവസാനത്തെ ദുആ ഇല്ലേ? നാളെ ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഒരു ഭൂമി പാപിതൻ ഹൃദയങ്ങ് കേൾക്കില്ലേ, ത്വാഹാ നബിയേ കനവിലു വരുമോ നബിയേ, സ്നേഹാദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചെന്നോ ഞാൻ അരുകിൽ എത്തി, തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞിന്ന നബിയിൽ തേടി. അതുകൊണ്ട് മുഴങ്ങട്ടെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾ പറയാ, നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവർ, 2 നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ നാട്ടുകാർ, 3ാമതാണ് ഇവിടെ നബി തങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ആർക്ക് വേണോ നിങ്ങൾ ഹദിയ ചെയ്തോ, ആർക്ക് വേണോ നിങ്ങൾ സമ്പത്ത് കൊടുത്തോ, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല സഹബാ.
എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 1 രൂപയെങ്കിലും നമ്മൾ കൊടുത്തു പോയാല് നാളെ പടച്ചവന്റെ പക്കൽ ഇതായിരിക്കും നമുക്ക് ഏറ്റവും നല്ല സന്തോഷമുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പെങ്ങളെ, അതുകൊണ്ട് മനസ്സ് കൊടുക്കണം നന്മകൾക്ക് വേണ്ടിയിട്ട്. അല്ലാഹുവിന് നമ്മുടെ സന്തോഷം മാറ്റിമറിക്കാൻ പറ്റും. അല്ലാഹു വിഷമത്തെയും മാറ്റിമറിക്കാൻ പറ്റും. അല്ലാഹു നമ്മുടെ സന്തോഷത്തെയും മാറ്റിമറിക്കാൻ പറ്റും. വിഷമത്തിൽ കഴിയുന്ന ഒരാളെ അല്ലാഹുവിനെ പെട്ടെന്ന് ചിരിപ്പിക്കാൻ പറ്റുമല്ലോ. അല്ലാഹുവേ, റബ്ബ് നമ്മുടെ തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ട്. എവിടെ ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവിടെ വെച്ചുകൊണ്ട് തന്നെ എത്ര കൊല്ലം ജീവിക്കുമെന്ന്, എത്ര കൊല്ലം ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. എന്റെ പെങ്ങളെ, എന്റെ ഉമ്മമാര് ഒരുപാട് പേരുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ആരെങ്കിലും വന്നിട്ട് പറയാട്, യാ റസൂലല്ലാഹ്, ഒന്നുമില്ല നബിയേ, അല്ലാഹുവിന്റെ റസൂലേ പട്ടിണിയാണ്, എന്തെങ്കിലും ഒന്ന് തരുമോ നബിയേ എന്ന് മുസ്തഫായ നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇല്ല എന്ന് പറയില്ല. നബി തങ്ങൾ അവിടെ നിന്ന് പറയും, സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പാവങ്ങളെ സഹായിക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സ്വതക്ക ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വഹാബത്ത് പറയും, അന യാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാം നബിയേ. എന്റെ പെങ്ങളെ, ഒരു വേള മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, വിശക്കുന്നുണ്ട് നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പട്ടിണിയും മൊഴിപ്പട്ടിയുമായിരിക്കുകയാണ്, ഒന്നും കഴിക്കാതിരിക്കുന്ന ഹബീബ് ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുവോ? എന്റെ പൊന്നുമോൾ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോവുക. എന്റെ ഫാത്തിമയോട് ചെന്നുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് ചൊല്ലുകയാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഹബീബിന്റെ പൊന്നുമോളെ ഫാത്തിമ, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, നബി തങ്ങൾ പറഞ്ഞു വിട്ടതാണ് ഫാത്തിമ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരുമോ? ഇത് കേട്ടപാട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖൽബ് പിടഞ്ഞു. അല്ലാഹുവേ, എന്റെ മക്കൾ പോലും പട്ടിണിയാ, എന്റെ ഉപ്പ എന്റെ അരികിലേക്കാണോ പറഞ്ഞു വിട്ടത്? ഒന്നും തന്നെ കൊടുക്കാനില്ലാതെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം എന്റെ ഉമ്മമാർക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. നബി തങ്ങളുടെ പൊന്നുമോള് ചെയ്തത് ഒന്നും കൊടുക്കാനില്ലാതെ വരുമ്പോ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും പുതച്ച് കിടക്കുന്ന ഒരു പുതപ്പങ്ങെടുക്കുകയാണ്. ആ പുതപ്പെടുത്തിട്ട് ഫഖീറായ മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുന്ന, സഹോദരാ, ഇത് കൊണ്ടുപോക്കോ. ആ സമയം ഫഖീറായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല ഫാത്തിമ, വിശപ്പുണ്ട് ഫാത്തിമ, വല്ലാത്ത വിശപ്പാണ് ഫാത്തിമ, ഈ മരം തോച്ചുന്ന തണുപ്പത്ത്, ഈ കിടുങ്ങുന്ന സമയത്ത് ഈ ഒരു കമ്പിളി കൊണ്ട് എനിക്ക് പുതക്കാൻ പറ്റും ഫാത്തിമ, എന്റെ ആവശ്യം വിശപ്പാണ് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണു നിറഞ്ഞു. ഇനി എന്ത് ചെയ്യും റബ്ബേ എന്ന് പറഞ്ഞ് വീടിന്റെ കത്തട്ടിലേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവരായ നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഖദീജ ബീവി പറയാ, യാ റസൂലല്ലാഹ്, മനസ്സ് പിടയുന്നുണ്ട് നബിയേ,
ഈ ലോകത്തോട് ഞാൻ വിട പറയാൻ പോവുകയാണ്. എന്നാലും എന്റെ മനസ്സ് പിടയുന്നുണ്ട് റസൂലല്ലാഹ്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല ഖദീജ, എന്തേ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്ത് പറ്റിയെന്ന് പറയോ ഖദീജ? ഉടൻ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ നബിയേ. എന്റെ പൊന്നുമോള് ഫാത്തിമയുടെ കല്യാണം ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, അതൊക്കെ നടക്കേണ്ടുന്ന സമയത്ത് നടക്കും ഖദീജ. ഉടൻ തന്നെ ഖദീജ ബീവി മുസ്തഫ നബി തങ്ങളോട് പറഞ്ഞു, എന്റെ പൊന്നുമോള് ഫാത്തിമയെ വിളിക്കൂ. ഉടൻ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ, ഫാത്തിമ, ഉമ്മ വിളിക്കുന്നുണ്ട് ഫാത്തിമ. കേട്ടപാടെ ഫാത്തിമ ബീവി ഓടിച്ചെന്നു, എന്തേ ഉമ്മ? ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പൊന്നുമകളുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുകയാണ്. ആ കൈകൾ പിടിച്ച് മുത്തം കൊടുക്കുകയാണ്. കാരണം എന്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളെ വരച്ച് വെച്ചിരിക്കുകയാണ്. അതേ നടത്തമുള്ള ഫാത്തിമ, അതേ പുരികമുള്ള ഫാത്തിമ, അതേ കണ്ണുള്ള ഫാത്തിമ, അതേ ചുണ്ടുള്ള ഫാത്തിമ, അതേ നടത്തമുള്ള ഫാത്തിമ, അതേ അതവോടുകൂടി നടക്കുന്നുണ്ട് ഉമ്മാന്റെ അരികത്ത്. ആ കവിളത്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഉമ്മ ലോകത്തോട് വിട പറയുകയാ. ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, മനസ്സ് വേദനിക്കുന്നു ഉമ്മ, മനസ്സ് പൊട്ടുന്നു ഉമ്മ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുത്തുപോയ ഖദീജ അവസാനം കയ്യിലുണ്ടായിരുന്ന ഒരു മുത്തുമാല എടുത്തിട്ട് ഫാത്തിമ ബീവിയുടെ കൈകളിൽ കൊടുത്തിട്ട് പറയാ, ഫാത്തിമ, ഉമ്മാക്ക് തരാനൊന്നുമില്ല ഫാത്തിമ, ഈ ഒരു മുത്തുമാല സൂക്ഷിച്ചു വെക്കണം ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് വഫാത്തിന്റെ നേരത്ത് കൊടുത്തുപോയ മുത്തുമാല എടുത്തിട്ട് ഫഖീറായ മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയാ, സഹോദരാ, ഇതല്ലാതെ വീട്ടിന്റെ കണ്ടത്തിലൊന്നുമില്ല. ഇത് വിലപിടിപ്പുള്ള മാലയാ. ഇത് അങ്ങാടിയിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുക. വിറ്റ് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ബാക്കി നിങ്ങൾ ചിലവഴിക്കുക. ഈ മുത്തുമാല മേടിച്ചിട്ട് ഫഖീറായ മനുഷ്യൻ ഓടിയത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. വന്ന് പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്ത് ചെന്നുകൊണ്ട് പറയുന്നു, നബിയേ, അവിടുത്തെ പൊന്നുമോള് എന്ത് സ്നേഹമാണ് നബിയേ. ഈ പൊന്നുമോള് നാളെ സ്വർഗ്ഗത്തിന്റെ റാണിയാ നബിയേ. എത്ര ഇഷ്ടത്തോടെയാണ് വിശക്കുന്നുവെന്ന് പറഞ്ഞപ്പോ വീടിന്റെ അകത്തട്ടിൽ നിന്ന് കമ്പിളി കൊണ്ടുവന്ന ഫാത്തിമ ഇപ്പഴെന്റെ തണുപ്പ് മാറി നബിയേ. വീണ്ടും പറഞ്ഞു, ഫാത്തിമ, കമ്പിളി പോരാ, വിശക്കുന്ന ഫാത്തിമ എന്ന് പറഞ്ഞപ്പോ ഒരു മുത്തുമാല തന്നു നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്തുമാല എവിടെന്ന് ചോദിച്ചു. ആ മുത്തുമാല തന്നപ്പോ എന്റെ ഫാത്തിമ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഉടൻ തന്നെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ മാല എന്റെ കയ്യിലേക്ക് തരുമ്പോ ഫാത്തിമ ബീവിയുടെ കണ്ണുകള് നിറഞ്ഞു ഒഴുകി നബിയേ. അതെന്തിനാണെന്ന് എനിക്കറിയില്ലല്ലോ റസൂലല്ലാഹ്. ഉടൻ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ മാല എവിടെ? ആ മാല കണ്ടപാട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. നബി തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. ആളുകൾ ചോദിച്ചു, ആരുടെ മാലയാണ്? സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ ഒരു മാല മേടിക്കുമോ? സ്വഹാബ,
കേട്ടപാടെ സ്വഹാബത്ത് പറഞ്ഞു നബിയെ ഞങ്ങൾ മേടിക്കാം. അങ്ങനെ തുച്ഛമായ ദീനാറുകൾക്ക് ആ മാല കൊടുത്തു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഈ സ്വഹാബി ചെന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിന് കരഞ്ഞത് നബിയേ? ആ സമയത്ത് പറഞ്ഞു, ഇതാരെ മാലയെന്നറിയോ? എന്റെ ഖദീജാന്റെ മാലയാ. എന്റെ ഖദീജാന്റെ വഫാത്തിന്റെ നേരത്ത് എന്റെ പൊന്നുമോള് ഫാത്തിമാനെ വിളിച്ചിട്ട് കൊടുത്തു പോയ മാലയാ. അത്രയും വിലപിടിപ്പുള്ള മാലയാണ്. അതാണ് എന്റെ പൊന്നുമോള് പോലും കരഞ്ഞു പോയത്. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞു എന്നറിയോ? ഈ ഒരു മാല എത്രയോ പട്ടിണി വന്നു അടിയാരങ്ങൾക്ക് ജോലിയില്ലാതെ എത്രയോ ദിവസങ്ങൾ വിശപ്പ് സഹിച്ചു കിടന്നു, പട്ടിണി കിടന്നു, വേദനപ്പെട്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ട് കൊച്ചുമക്കൾ വന്നിട്ട് ഫാത്തിമ ബീവിയുടെ തുണിക്കോന്തലയിൽ പിടിച്ചിട്ട് ഉമ്മാ വിശക്കുന്നു ഉമ്മാ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞു പോയതല്ലേ? മനസ്സ് വേദനപ്പെട്ടതല്ലേ? മനസ്സ് സങ്കടപ്പെട്ടു പോയതല്ലേ? അങ്ങനെ ഉള്ള ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ വിഷമിട്ട് പോലും എടുക്കാത്ത മാല പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ വന്ന് പറയാ, എനിക്ക് രോഗമുള്ളവനാ, എനിക്ക് വിഷമുള്ളവനാ, എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പോ എത്ര രോഗമായി, എത്ര പട്ടിണിയായി, ജോലിയില്ലാതെ കിടന്നിട്ട് പോലും എടുക്കാത്ത മുത്തുമാല എടുത്തുകൊണ്ട് ഫഖീറായ മനുഷ്യനിക്ക് വേണ്ടി കൊടുക്കുമ്പോ ഈ വീട് പട്ടിണിയാ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് വയുത്ഇമൂന അത്ആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമ വഅസീറാ. നമുക്ക് പട്ടിണി ഉള്ളതിനോടൊപ്പം ഇരിക്കുന്ന എല്ലാവരും വലിയ സമ്പന്നരാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. നമുക്ക് പട്ടിണി ഉള്ളതിനോടൊപ്പം, നമുക്ക് ദാഹമുള്ളതിനോടൊപ്പം, നമുക്ക് ടെൻഷൻ ഉള്ളതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവന്റെ സങ്കടം അറിയണമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ തിരുദൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയും വാപ്പമാരെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്താ. നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടായിരിക്കണം, എല്ലാവർക്കും മിക്കുള്ള ആൾക്കാരും കടം ഉണ്ടാവും. ഇപ്പൊ കടമുള്ളവരെ കൈവെക്കാൻ പറഞ്ഞ ഭൂരിഭാഗം ആൾക്കാർക്ക് ഉണ്ടാവും കടം. അള്ളാഹു കടങ്ങളുള്ളവർ ഈ മജ്ലിസിൽ ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ ഇരിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ആ കടങ്ങളൊക്കെ വീടാനുള്ള ഹലാലായ വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ എന്റെ സഹോദരങ്ങളെ, നമ്മൾ അതിനു വേണ്ടി മുന്നോട്ട് ഒന്നുമില്ല, ഒരു രൂപയെങ്കിലും നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കണം. ഒരു രൂപയെങ്കിലും അങ്ങനെയുള്ള സാധുക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ഇതിന്റെ പിന്നാമ്പറ ഒന്നുകൂടുണ്ട്. നമ്മൾ അല്ലാഹു നമുക്ക് തന്നിട്ടും നമ്മൾ കൊടുക്കാതിരുന്നാൽ ഇതിന്റെ മറുഭാഗം കൂടെയുണ്ട്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ, വിഷയമൊന്നും മാറിയിട്ടില്ല. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ വിഷയമാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടത്. അത് കേൾക്കാതെ നിങ്ങൾ പോകരുത്. അള്ളാഹു ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്കൊക്കെ അള്ളാന്റെ പൊരുത്തം കിട്ടാനുള്ള തൗഫീക്ക് തരട്ടെ. നമ്മൾ എപ്പോഴും സ്വർഗ്ഗമല്ല ചോദിക്കേണ്ടത്, അള്ളാന്റെ സ്വർഗം തരണമെന്നല്ല. ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. ചോദിക്കുമ്പോ റബ്ബിന്റെ പൊരുത്തമാണ് ചോദിക്കേണ്ടത്. പൊരുത്തം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് പറയാ, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായി. നല്ല അച്ചടക്കത്തോടെ ഇരിക്കാൻ അള്ളാഹു ഇതിന് പകരം എപ്പം മരിച്ചാലും വേണ്ടില്ല നല്ല മരണം, പുഞ്ചിരിച്ച് എല്ലാരെയും കണ്ടു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. എന്റെ പൊന്നാര ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ഇതുപോലത്തെ ഒരു ഭാഗ്യം ആർക്കാ കിട്ടും? നമ്മുടെ ഈ നാട്ടിൽ നിങ്ങളെ കണക്കുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടൂല. അള്ളാഹു വിചാരിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഷമീർ ദാരിമി ഒന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അള്ളാഹിനെ പറ്റിയല്ലേ പറയാ. ആ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ അതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും. ചിലപ്പോൾ നാളത്തെ കച്ചവടമൊക്കെ നല്ല റാഹത്താകും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ നബിയുല്ലാഹി യഅഖൂബ് ഒന്ന് പറയും. മഹാനായ നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാം. ഈ യഅഖൂബ് നബിയുടെ ആരുടെ വാപ്പായ? യഅഖൂബ് നബി ആരുടെ വാപ്പായ? എന്തെങ്കിലും മിണ്ടാത്തത്? ആരുടെ വാപ്പാണ്? യൂസുഫ് നബി. അല്ലാഹ് യൂസുഫ് നബിയുടെ കഥ അറിയാത്തവരുണ്ടല്ലോ. ചെമ്പകപ്പൂ തേൻ
നിതളതരം ചന്ദിര സുന്ദര പോകമതിർപ്പം ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്ന സുലൈഖ ബീവി മുഞ്ചായ മുഞ്ചുകൾക്കകിലോ തഞ്ചകമേറിയ യൂസുഫ് നബിയെ ചെഞ്ചലപ്പോ മിഴി രണ്ടിനോളി കണ്ട് സുലൈഖ ബിവലയേറിഞ്ഞേ ഒരു നാളിൽ ചെറുപ്പത്തിൽ ശലേതളമിട്ട മലര് യൂസുഫ് നബിയെ കൊതി വലുതായി കാത്തു പിടിച്ച് കൊതിച്ചു നിന്നല്ലോ സഖിമാരോടവൾ കഥ പറഞ്ഞ് അതിർപ്പമം അറിഞ്ഞ് യൂസുഫിനൊളിവായി ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞു പഴം മുറിഞ്ഞില്ല. യൂസുഫ് നബിയുടെ കിസ്സൊക്കെ പറയുന്നാല് ഇവിടെ ഏതോ ഒരു ഭാഗത്ത് ഞാൻ ഇപ്പോൾ ഡേറ്റ് കൊടുത്തു. മഹാനായ യൂസുഫ് നബിയും സുലൈഖ ബീവിയും പറ്റുന്നവരൊക്കെ ഒന്ന് കേട്ടോളൂ. അന്ന് നല്ല പാട്ടൊക്കെ പാടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് നല്ലത് കേൾക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കാനുള്ള വിഷയമാണ് ഈ യാക്കൂബ് നബിയോട് അല്ലാഹ് ഒരു ചോദ്യം പറഞ്ഞു വിടുകയാണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെന്നിട്ട് ചോദിക്കാൻ പറയാ. അങ്ങനെ അള്ളാഹുവിന്റെ ഗഗന ലോകത്ത് നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്ന് വന്നിട്ട് പറയാ, യാ നബി അല്ലാഹ്, നിങ്ങളുടെ മുതുക് എങ്ങനാ നബിയെ വളഞ്ഞു പോയത്? ഒന്നാമത്തെ ചോദ്യം, നബിയെ നിങ്ങളുടെ മുതുക് എങ്ങനെ വളഞ്ഞു? ശ്രദ്ധിക്കണേ, നിങ്ങളുടെ മുതുക് എങ്ങനെ വളഞ്ഞു? രണ്ടാമത്തെ ചോദ്യം, നബി അല്ലാഹ്, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനെ പോയി നബിയേ? ഉടൻ തന്നെ യാക്കൂബ് നബി അവിടെ പറഞ്ഞു, എന്റെ പൊന്നുമോൻ യൂസുഫിനെ പറ്റി ഓർത്തുകൊണ്ട് നിറഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കരഞ്ഞപ്പോ പടച്ചവനെ, ആ ഒരു കരച്ചിൽ കൊണ്ടാണ് എന്റെ കണ്ണുനീരിങ്ങനെ ആയതുകൊണ്ടാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയത്. പിന്നെ എന്റെ മുതുക വളഞ്ഞത് എന്റെ മകൻ ബിന്യാമീനെ പറ്റി ഓർത്തുകൊണ്ട് കരഞ്ഞപ്പോഴാണ്. ആ സമയം മലക്ക് ജിബ്രീൽ പറഞ്ഞു, അല്ല നബിയേ, നിങ്ങളുടെ വീടിന്റെ ചാരത്തുകൂടെ നിങ്ങളുടെ അയൽവാസിയായ ഒരു കുട്ടി, പാപ്പയില്ലാത്ത ഒരു കുട്ടി വേദനയോടെ വിശപ്പ് സഹിച്ചുകൊണ്ട് നിങ്ങളുടെ അരികത്ത് കൂടെ വന്നു. അന്ന് നിങ്ങളും നിങ്ങളുടെ മക്കളും നല്ല ഒരാടിനെ അറുത്തു, സുഭിക്ഷമായ ഭക്ഷണം നിങ്ങൾ കഴിച്ചു. ആ ഒരു അനാഥ കുട്ടിയെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് നിങ്ങൾ വിളിച്ചില്ലല്ലേ നബിയേ? അതിന്റെ ഒരു പകരമാ നബിയേ. സഹോദരങ്ങളെ, കേരളം കേവലം നമ്മുടെ ഒരു കഥയല്ല, ഒരു പ്രവാചകന്റെ കഥയാ. അല്ലാഹ് പറഞ്ഞു, നബിയേ, നിങ്ങൾ ആ കുട്ടിയെ എന്തുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തളികയിൽ വിളിച്ചിട്ടില്ല? അയൽവാസികളായ എത്രയോ പാവങ്ങളുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നല്ലതുപോലെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് വിളിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ സമ്പത്തനുസരിച്ച് അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ പരീക്ഷണമാ. അതുകൊണ്ടാണ് ഇവിടുന്ന് നബിതങ്ങള് മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ വെച്ചിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, നിങ്ങള് പാപങ്ങളുടെ കണ്ണീര് ഒപ്പുന്നവനാകണേ സ്വഹാബ. രണ്ടാമത്തെ വിഷയം നബിതങ്ങൾ പറയാ, നിങ്ങൾ തിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റണോ? ഉദ്കുരിൽ മനിയ. ഈ വിഷയം നിങ്ങൾ നല്ലതുപോലെ കേൾക്കണം. ഒന്നാമത് പറഞ്ഞു, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താൽ നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാം. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞ? ഉദ്കുരിൽ മനിയ, നിങ്ങൾ നിങ്ങളുടെ മരണത്തെ പറ്റി ഓർക്കണം. ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാര്, ഈ നിന്നുകൊണ്ട് വഅദ് പറയുന്ന ഞാൻ നാളത്തെ മജ്ലിസിൽ പോയി ഞാൻ വഅദ് പറയുന്ന എനിക്കൊരു ഉറപ്പില്ല. ഈ ഇരുന്നുകൊണ്ട് കേൾക്കണ എന്റെ ഉപ്പമാര്, എന്റെ ചെറുപ്പക്കാര്, ഈ മജ്ലിസ് അവസാനം വരെ നിങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ടാ പറയുന്നത്, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇതുപോലത്തെ ഒരു മജ്ലിസിൽ ഇരിക്കാൻ അവസരം കിട്ടിയാല്, എന്റെ മാത്രല്ല ഏതൊരു ഉസ്താദ്മാരായാലും ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പോഴും നല്ല ബോധ്യമുണ്ട്. ഇവിടൊക്കെ ഞാൻ നിന്നൊക്കെ വാള് പറയുമ്പോഴും നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് ഇൽമുള്ള ആലിമീങ്ങളായ ഉസ്താദുമാരുണ്ട്. പക്ഷേ അവരെന്നും കേൾക്കുന്ന ആരുമില്ല.
അവർ പറയുന്ന അമൂല്യമായ മുത്തുകളാണ്, എന്നെ കണക്കൊന്നുമല്ല. അമൂല്യമായ മുത്തുകൾ പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നമ്മൾ അവരുടെയൊക്കെ മജ്‌ലിസിൽ നമ്മൾ പോകണം. തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവരെ മാത്രമാകരുത്. ഞാൻ നിങ്ങളോട് പറയാൻ, ഒരുപാട് ആലിമീങ്ങളുടെ അറിവുകൾ നിങ്ങൾ കിട്ടണമെങ്കിൽ ഒരുപാട് വലിയ വലിയ ഉസ്താദുമാരുടെ മുമ്പിൽ ഒരു അല്പനേരമെങ്കിലും നിങ്ങൾ പോയിരിക്കുക. അപ്പൊ കിട്ടും നിങ്ങളുടെ നിസ്കാരത്തിൽ ഇത്ര നാൾ വന്നുപോയ പിഴവിന്റെ സീരിയസ് അപ്പൊ അറിയാൻ പറ്റും. അള്ളാഹ് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. ആലിമീങ്ങളുടെ മുമ്പിൽ ഒന്ന് പോയിരിക്കണം, എല്ലാവരും മുമ്പിലും പോയിരിക്കണം. അത് നാളത്തേക്കുള്ള ഒരു മുതൽ കൂട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല തരട്ടെ. അപ്പൊ സഹോദരങ്ങളെ, മരിക്കൂന്നുള്ള ചിന്ത ഞാൻ ഓർത്തോ, നിങ്ങൾ ഓർത്തില്ല? ഈ ഇരിക്കുന്നവർ നാളെ പള്ളിക്കാട്ടിൽ അല്ലെ പോകണതാലും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കൂട്ടുകാരാരും അവിടെയില്ല, കബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. കൂട്ടുകാരാരും അവിടെയില്ല, കബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. ചെറുപ്പക്കാരാ, കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ കാര്യം ജീവകാരുണ്യമാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറയാ ഉദ്കുരിൽ മനിയാ. മോനെ, നീ മരിക്കുമെന്നുള്ള ചിന്ത നിന്റെ കൽബിൽ കൊണ്ടുവന്നോ? ആ ഒരു ചിന്ത നിന്റെ കൽബിലുണ്ടോ? അല്ലാഹുവേ, നിനക്ക് നിസ്കരിക്കാൻ പറ്റുമല്ലോ, നിനക്ക് നോമ്പ് നോക്കാൻ പറ്റുമല്ലോ, നിനക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുമല്ലോ. എന്തിനേറെ അല്ലാഹുവിന്റെ ഗഗന ലോകത്തുനിന്ന് അല്ലാഹുവേ മരണമതാ റബ്ബിനോട് പറയുന്നു. നമ്മുടെ മരണം ആ മരണം അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാ. അല്ലാഹുവേ, ദുനിയാവിലുള്ളവരോട് ദുനിയാവിലേക്ക് നോക്കിയിട്ട് എനിക്കൊന്ന് വർത്തമാനം പറയണം, അതിനെനിക്ക് അവസരം തരുവോ റബ്ബേ? അതാ മരണം റബ്ബിനോട് അനുവാദം ചോദിക്കുമ്പോ അല്ലാഹു മരണത്തിന് സംസാരിക്കാനുള്ള സന്തോഷം കൊടുക്കുമ്പോ മരണമതാ ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് പറയാ, അവിടെ നല്ലതുപോലെ ചിരിക്കുന്നവരെ, അവിടെ നടക്കുന്നവരെ, കച്ചവടം ചെയ്യുന്നവരെ, പള്ളിയിൽ പോകുന്നവരെ, നിസ്കരിക്കാത്തവരെ, നിസ്കരിക്കുന്നവരെ, പാവപ്പെട്ടവരുടെ കണ്ണുനീര് കാണുന്നവരെ, വഉഫർരിഖു ബൈന കുല്ലി ഹബീബ്, എല്ലാ കൂട്ടുകാരുടെ ഇടയില് വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. അല്ലാഹുവേ, ബാപ്പയെ പറ്റി പറഞ്ഞില്ല, ഉമ്മയെ പറ്റി പറഞ്ഞില്ല, സഹോദരങ്ങളെ പറ്റി പറഞ്ഞില്ല, കൂടപ്പിറപ്പുകളെ പറ്റി പറഞ്ഞില്ല. ആദ്യം പറഞ്ഞതാരയാ? വഉഫർരിഖു ബൈന കുല്ലി ഹബീബ്, കൂട്ടുകാരെ പറ്റിയാണ് പറഞ്ഞത്. ദുനിയാവിന്റെ പുറത്ത് ബാപ്പയോടും ഉമ്മയോടും സഹോദരങ്ങളോടും പറയാത്ത എത്രയോ രഹസ്യങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാറുണ്ടല്ലോ, നമ്മുടെ സഹപാഠികളോട് പറയാറുണ്ടല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതാ മരണം പറയുന്ന ഒന്നാമത്തവരും കൂട്ടുകാരാ. വഉഫർരിഖു ബൈന കുല്ലി ഹബീബ്, നിങ്ങളുടെ സ്നേഹിതന്മാരുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. തോളത്ത് കൈയിട്ട് കൊണ്ട് നടന്ന, ഇന്നലെ വരെ ബൈക്കിൽ സഞ്ചരിച്ച, എവിടെ പോയാലും ഇവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയേക്കാൾ നിന്റെ ബാപ്പയേക്കാൾ ഏറ്റവും കൂടുതൽ നീ കൂടെ നടന്ന നിന്റെ സഹപാഠിയോടാ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെയാണ് ആദ്യം പിടിക്കുന്ന എന്ന് മലക്കുൽ മൗത്ത് പറയാ. പിന്നെ പറഞ്ഞു എന്തെന്നറിയോ?
വഉഫർരിഖു ബൈന സൗജി വസ്സൗജാ. ഭാര്യ അറിയാതെ ഭർത്താവിന്റെ, ഭർത്താവ് അറിയാതെ ഭാര്യയുടെ ആത്മാവിനെ പിടിക്കുന്ന മരണമാണ് ഞാൻ എന്നവിടം അള്ളാന്റെ ഗഗന ലോകത്തിൽ നിന്നിട്ട് മലക്കഥ മരണം വിളിച്ചു പറഞ്ഞല്ലോ. സഹോദരങ്ങളെ, ഇന്നാരാണ് ഓർക്കുന്നത്? അല്ലാഹുവേ, ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്റെ മക്കളോടൊപ്പം വന്നതാണല്ലോ, എന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം വന്നതാണല്ലോ. അല്ലാ, നാളെ ഞാൻ ഉണ്ടാകുമോ? മലപ്പുറത്തിന്റെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. പടച്ചവനെ, ഇതുപോലെ വാളിന് വേണ്ടിയിട്ട് പോകുമ്പോ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സമയത്തെ കൊന്നുകളയാനല്ല. ഇതുപോലെ വാളിന് വേണ്ടി പോകുമ്പോ ഒരു ആലിമായൊരു ഫൈസി എന്നെ വിളിക്കുന്ന ഉസ്താദേ, ഇന്ന് വാളിന് പോകുമ്പോ നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകുമോ? എന്റെ വാഹനം ഓടിച്ചിരുന്ന ഒരു സയ്യിദായിരുന്നു. അല്ലാഹുവേ, ഞാൻ വാഹനം ഓടിക്കാൻ കൂട്ടിയതല്ല, അവർക്ക് വാഹനം ഓടിക്കാൻ വലിയ ഇഷ്ടമായത് കൊണ്ട് കൂടെ വന്നതാണ്. അങ്ങനെ ഞാനും സയ്യിദ് അവറുകളും ആ വീട്ടിലേക്കൊന്ന് കയറി. സുബ്ഹാനല്ലാഹ്, ആലിമായ മനുഷ്യന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, 3.5 വയസ്സ്. അല്ലാഹുവേ, അതുപോലെ 4 വയസ്സുള്ളൊരു മകളുണ്ട്, അതുപോലെ 12 വയസ്സുള്ളൊരു മകനുണ്ട്. ഈ പ്രിയപ്പെട്ട 4 അല്ലാഹ് ഈ 3 മക്കളുമായി ആലിമായ മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോ എന്നെ കണ്ടപാടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഉസ്താദേ? ഉസ്താദേ, മനസ്സ് വേദനയാ, മനസ്സ് വല്ലാതെ പിടഞ്ഞു പോവുകയാണ്. ഞാൻ പറഞ്ഞു, എന്തേ കാര്യമെന്ന് പറയൂ. ഉടൻ തന്നെ നെഞ്ചു പൊട്ടിയിട്ട് പറയാ, എന്റെ ജീവിതത്തിന്റെ പങ്കാളിയായിരുന്ന, എന്റെ ജീവിതത്തിന്റെ സ്നേഹനിധിയായിരുന്ന എന്റെ പ്രിയപ്പെട്ടവൾ എന്നിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവൾ ഇത്ര പെട്ടെന്ന് പോകുമോ എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഉസ്താദേ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവൾ എല്ലാം കഴുകി പറക്കി അടുക്കി പറക്കി വെച്ച് ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അത് മാത്രവുമല്ല, വീടെല്ലാം കഴുകി അങ്ങ് വൃത്തിയാക്കി എന്റെ പ്രിയപ്പെട്ടവള്. അങ്ങനെ ചെയ്ത പ്രിയപ്പെട്ടവള് അവളോട് സലാം പറഞ്ഞിട്ട് മദ്രസയിലേക്ക് പോയ ഞാനാ. എന്നെ എന്റെ ബാപ്പ എന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഓടി വന്നു. വന്നപ്പോഴാണ് ഒരുപാട് പെണ്ണുങ്ങൾ എന്റെ ഉമ്മ എന്റെ പ്രിയപ്പെട്ടവരുടെ അരികത്തിരുന്നിട്ട് ഖുർആൻ ഓതുകയാ. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലല്ലോ. അവിടെ വേദനപ്പെട്ടുകൊണ്ട് കരഞ്ഞു പോയി. കാരണം എന്തേ? 3 വയസ്സുള്ള എന്റെ പൊന്നു മോള് കരയുന്നല്ലോ. അവക്ക് ഉമ്മാന്റെ ചൂട് വേണമല്ലോ. ആരൊക്കെ എടുത്താലും, ആരൊക്കെ ആശ്വസിപ്പിച്ചാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും 3 വയസ്സുള്ള കുട്ടിയല്ലേ, അവക്കുള്ള ഉമ്മയില്ലാതെ അവക്ക് കഴിയില്ലല്ലോ. പിന്നെ എന്റെ 4 വയസ്സുള്ള മകളാ, പിന്നെ എന്റെ 12 വയസ്സുള്ള മകനാ. അവനെന്ന 14 ജുസ് മനപാഠമാണ്. അവൻ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദേ. ഏതായാലും നിങ്ങൾ ഇവിടം വരെ വന്നല്ലോ, ഒന്ന് വരുമോ? കാണുന്ന പള്ളിക്കാട്ടില് ആരോരുമില്ലാതെ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവളുണ്ടല്ലോ, ആ കബറിടത്തിലേക്കൊന്ന് പോയിട്ട് ഒന്ന് ദുആ ചെയ്തിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് പോകുമ്പോ എന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. എന്റെ ചെറുപ്പക്കാരാ, മനസ്സങ്ങ് പിടഞ്ഞു പോയി. എത്രയൊക്കെ ക്ഷമിച്ചാലും, എത്ര ആലിമെന്ന് പറഞ്ഞാലും മനസ്സ് പൊട്ടി പോകൂലേ സഹോദരങ്ങളെ? അവിടെ പ്രിയപ്പെട്ടവരുടെ കബറിന്റെ അരികത്തേക്ക് പോകുമ്പോ 12 വയസ്സുള്ള മോനരോട്ടമാ. ഉമ്മാന്റെ കബറിന്റെ അരികത്ത് പോയിരുന്നിട്ട് കുഞ്ഞുമോന്റെ കണ്ണു നിറഞ്ഞു ഒഴുകുന്നുണ്ട്. എനിക്കുമില്ലേ 11 വയസ്സുള്ളൊരു മകൻ എനിക്കുണ്ട്, 3.5 വയസ്സുള്ളൊരു മകളും എനിക്കുണ്ട്. എനിക്ക് എന്റെ മക്കളെ ഓർമ്മയാണ് എനിക്ക് വന്നത്. ഞാൻ ആ പൊന്നുമകന്റെ അരികത്ത് ചെന്ന മകനെ എഴുന്നേൽപ്പിക്കുമ്പോ അവൻ എന്നോട് മനസ്സ് പൊട്ടിയിട്ട് പറഞ്ഞൊരു കാര്യം, ഉസ്താദേ, എന്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? എന്റെ പൊന്നുമോ അല്ലാഹ്
പഠിച്ചു മനഃപാഠമാക്കണമെന്നോ എന്റെ ഉമ്മ ഇത് കാണാനില്ലല്ലോ. എന്റെ പാവപ്പെട്ട ഉമ്മയും ഖബറിലല്ലേ. അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അരികത്ത് ഓടി വന്നതാ എന്ന് പറഞ്ഞിട്ട് അവസാന ഉപ്പാന്റെ കയ്യിൽ ഇരിക്കുന്ന 3 വയസ്സുള്ള കുട്ടിയുമായിട്ട് ഖബറിന്റെ അരികത്ത് വന്നിരുന്നിട്ട് അവൻ പറയാ, വല്ലാഹി വല്ലാ, ഇത് കേവലം ഒരു കെട്ടുകഥയല്ല, ഇത് കാതുകൊണ്ട് കേട്ടുപോയതാണ് മോളെ. ഇവിടെ നമ്മുടെ ഉമ്മയുണ്ടല്ലോ. ഇത് കേട്ടപാട് 4 വയസ്സുള്ള കുട്ടി ആ കബറിന്റെ പുറത്ത് തടകുന്നുണ്ട്. ആ കബറിന്റെ അരികത്ത് ഇരുന്നിട്ട് ഉമ്മാന്ന് വിളിക്കുന്നുണ്ട്. ആര് കണ്ടാലും എത്ര കഠിന ഹൃദയമുള്ളവരും കരഞ്ഞു പോകുമല്ലോ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, അവസാനം ദുആ ചെയ്യാൻ ഒരുങ്ങി എനിക്ക് പോലും ദുആ ചെയ്യാൻ പറ്റാതെ മനസ്സ് വിങ്ങിപ്പെട്ടിട്ട് പെട്ടെന്ന് ദുആ നിർത്തിയിട്ട് തിരിഞ്ഞു വന്നു. ഈ തൊട്ടടുത്താണ് ആ പ്രിയപ്പെട്ട ആലിമായ മനുഷ്യൻ എന്നെ വിളിച്ചു, ഉസ്താദേ, മകൻ അവിടുന്ന് ഖുർആൻ പഠിച്ച് ഹാഫിളായി, ഒന്ന് വരുമോ? അങ്ങനെ ആ ഭാഗത്ത് വഅദിന് പോയപ്പോ ഞങ്ങൾ അവിടെ പോയി. അന്നും ഇതുപോലെ എന്നോട് പറഞ്ഞു, എന്റെ മകന്റെ ഒരാഗ്രഹമാ, അവന്റെ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് പോകുമ്പോ ഉസ്താദേ നിങ്ങൾ കൂടെ വേണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഖബറിന്റെ അരികത്ത് പോയി. ചെല്ലുമ്പോഴാ പൊന്നുമകൻ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ഉമ്മക്കാട് എന്നെക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈ പൊന്നുമകനൊന്ന് ഖുർആൻ പഠിച്ചു മനഃപാഠമാക്കണമെന്ന്. ഇന്നതാ ഞാൻ പഠിച്ചു പൂർത്തിയാക്കിയിരിക്കുകയാ. ഉസ്താദേ, ഞാൻ ഇവിടെ വെച്ചിട്ട് എന്റെ ഉമ്മ കേൾക്കാനൊന്ന് ഓതിക്കോട്ടെ, എന്റെ ഉമ്മ കേൾക്കാൻ വേണ്ടി ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞിട്ട് പൊന്നുമകൻ അവിടെ ആദ്യം ഫാത്തിഹ ഓതി. അവസാനം ഓതിയത് അല്ലാ അല്ലാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇത് ഓതിയിട്ട് അവസാനം എന്നോടൊരു ചോദ്യം, ഉസ്താദേ, എന്നെ കൊണ്ട് നടന്ന എന്റെ ഉമ്മയാണല്ലോ, ഞാനൊന്ന് മുൽക്കൊന്ന് പാരായണം ചെയ്യട്ടെ. ഇത് കെട്ടുകഥയല്ല വാപ്പമാരെ, സത്യസന്ധമായി എന്നോട് പറഞ്ഞതാണ്. ഇന്നും ആലിമായ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഉസ്താദേ, ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് ഓതട്ടെ. ഞാൻ പറഞ്ഞു, ഓതിക്കോ. അവിടെ വെച്ചുകൊണ്ട് ഓതിയിട്ട് ഇവൻ കരഞ്ഞിട്ടങ്ങ് പറയുമ്പോ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇന്നു നീ ഖുർആൻ പഠിച്ചൊരു ഹാഫിളായല്ലോ, നിന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ ആമീൻ പറയും, നീ ദുആ ചെയ്യ്, നീ ദുആ ചെയ്യ്. ആ മകൻ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ദുആ ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, നിനക്കറിയാവുന്ന കോലത്തിൽ ദുആ ചെയ്യ്. ആ സമയ പൊന്നുമകൻ അവിടെ വെച്ച് ഹംദൊക്കെ പറഞ്ഞു ദുആ ചെയ്തു. ദുആ ചെയ്ത കൂട്ടത്തിൽ അവൻ പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞതാണ്, ഉമ്മ, ഞാൻ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കി. എന്റെ ഉമ്മാക്ക് സന്തോഷമായോ? അല്ലാഹുവേ, എന്റെ ഉമ്മാക്ക് ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയെങ്കിൽ അല്ലാ, 6 വയസ്സുള്ള മക്കളെ നിക്കൊണ്ടല്ലോ, 7 വയസ്സുള്ള മക്കളെ നിക്കൊണ്ടല്ലോ, 8 വയസ്സുള്ള മക്കളെ നിക്കൊണ്ടല്ലോ, 9 വയസ്സുള്ള മക്കളെ നിക്കൊണ്ടല്ലോ. ഇപ്പോഴൊന്നും പോകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കാമെന്നുള്ള ആ ഒരു ചിന്ത വേണ്ട എന്റെ സഹോദരങ്ങള്. എപ്പോഴായാലും, ഏത് സമയത്തായാലും, ഏത് സെക്കൻഡിലായാലും സഹോദരങ്ങളുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാനെന്ന് അല്ലാഹുവിന്റെ ആകാശലോകത്ത് നിന്നിട്ട് ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് മരണം വിളിച്ച് പറയുമെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കൊന്ന് പറയ്, നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നേരം ഞാൻ നിങ്ങളെ ഇരുത്തൂല. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പൊന്നാരൊപ്പമാര് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ ചരിത്രം ഞാൻ പറയാൻ പോവാ. എന്റെ സമയമായി ഇത്രയും നേരം നിങ്ങളിരുന്ന് ഞാൻ ചോദിക്കുന്നു ഒരു 40 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഈ ഇരിക്കുന്ന നിങ്ങൾ അൽഹംദുലില്ലാഹ് വലിയ അച്ചടക്കത്തോടു കൂടി ഇരിക്കുന്നവരാണ്. ഞാൻ എന്റെ ഉപ്പമാരോട് ചോദിക്കാൻ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നുകൊണ്ട് പൊരുത്തപ്പെട്ടേക്കണം. ഒരു ഇൻഷാ അല്ലാഹ് ഒരു 40 മിനിറ്റും കൂടെ ഞാൻ ഈ വിഷയം പറഞ്ഞൊന്ന് പൂർത്തിയാക്കുന്നത് വരെ ഇതേപോലെ നിങ്ങൾ ഉണ്ടാകും, ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമെന്ന് പറയാൻ എനിക്കൊന്ന് അനുവാദം തരാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ് താഴ്ത്തിയിട്ടോളി. ഉപ്പമാരൊക്കെ ഒന്ന് പൊരുത്തപ്പെടണം കേട്ടോ. എന്റെ ഉപ്പയെ പോലുള്ള ഉപ്പമാരി കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇതിന്റെ ഇടയിൽ ഞാൻ നമ്മുടെ സംഘാടകരെ ഒരു ബക്കറ്റ് കൊടുത്ത് വിടാൻ ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ഇടയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു ഹദിയ, ഞാൻ ഒരു വലിയ പിരിവെടുക്കാവുന്ന ഒരാളല്ല, എന്നാലും ഇൻഷാ അല്ലാഹ് നല്ല ഒരു ഹദിയ ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നതിൽ നാളെയാണോ മറ്റന്നാളാണോ നമ്മൾ ഉണ്ടാവുക അറിയില്ല. ബക്കറ്റ് കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു ഹദിയ എല്ലാവരും ചൊല്ലിക്ക ഉറക്കെ. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ കൂടെ എന്റെ വാപ്പമാരൊക്കെ ചൊല്ലിക്കെണ്ണം ബാബാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ. മാഷാ അല്ലാഹ് വലിയ സന്തോഷം. എന്ന് നമ്മൾ ചൊല്ലുന്നതാണ്. എന്റെ കൂടെ ഒന്നുകൂടെ ചൊല്ലണം എല്ലാവരും. ഒരു കുഴപ്പം ഒരു നാളെ ഇങ്ങനെ ഉറക്കെ ചൊല്ലുന്നവർക്ക് ഉറക്കെ കലിമ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. മൗലായ സ്വല്ലി വ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. ഉറക്കെ മൗലായ സ്വല്ലി വ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു ഈ ചൊല്ലിയ മുഴുവൻ ആളുകൾക്കും ഹബീബിന്റെ ശഫാഅത്ത് കിട്ടുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. വാപ്പമാരെ സമയം എത്ര? ഒരു 10:30 ആയിട്ടുണ്ട്. 10:30 ഒരു 11 മണി 11:15 ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയണം. കാരണം എന്നറിയോ, ഒരുപാട് നേരം ഞാൻ നിങ്ങളെ ഇരുത്താൻ ഞാൻ ആഗ്രഹിക്കില്ല. കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ നാളെ ജോലിക്ക് പോകാനുള്ളവരുണ്ട്, കച്ചവടത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരുണ്ട്. അതൊക്കെ നല്ല ബോധ്യമുണ്ട്. അള്ളാഹു എല്ലാവരുടെ ജോലികളിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. വാഹനം ഓടിക്കുന്നവരുണ്ട്, അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നാടുകളിൽ ഓരോ വീടുകളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, അള്ളാഹു തആല ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമയമാണ് നമ്മൾ പോവുക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഇവിടെ പറയാൻ പറ്റൂല. എന്തിന്? മഹാനായ റൂഹുല്ലാഹി ഈസ. നിങ്ങളുടെ ഒരു ആവേശമാണ്. എനിക്ക് വെള്ളം തരണ്ട. നിങ്ങളുടെ അലൈഹിസ്സലാം കേട്ടാൽ മതി. മഹാനായ റൂഹുല്ലാഹി ഈസ മാഷാ അല്ലാഹ് അലൈഹിസ്സലാം ഉമ്മയോട് പറഞ്ഞു. ആരാ ഉമ്മ? മറിയം ബീവിയോട് പറഞ്ഞു, ഉമ്മ നമ്മൾ ഈ തൂർ സീനാ പർവ്വതത്തിന്റെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് തൂർ സീനാ പർവ്വതത്തിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അന്ന് നിസ്കാരം കൊണ്ടട്ടെ. ഇവിടെ നമ്മളിപ്പോ നിസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്കൊന്ന് പോകാം. ആരാ പറയാ? ഈസാ നബി ഉമ്മയോട് പറഞ്ഞു. ആ സമയം ഉമ്മ എവിടെ നിന്ന് പറഞ്ഞു?
പറഞ്ഞു, മോനെ നിന്റെ വാക്ക് വളരെ കറക്റ്റാ. ഉമ്മയും മകനും തൂരി സീനാ പർവ്വതത്തിന്റെ മലമുകളിലേക്ക് പോവുകയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനാ പർവ്വതത്തിന്റെ മലമുകളിൽ പോയി ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഉമ്മയും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വരുമ്പോ കൊണ്ടുപോയ ഭക്ഷണം കഴിഞ്ഞു, കൊണ്ടുപോയ വെള്ളം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോ ഈസാ നബി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാനങ്ങ് തൂരി സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് പോകട്ടെ, കുടിക്കാനുള്ള വെള്ളമായിട്ട് വരാ, ഭക്ഷണം കൊണ്ടുവരാ. എന്റെ ഉമ്മ നോമ്പുകാരിയല്ലേ, അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് നോമ്പ് തുറക്കുമ്പോ നോമ്പ് മുറിക്കുമ്പോ എന്തെങ്കിലും വേണ്ടേ ഉമ്മ? അതുകൊണ്ട് ഞാനൊന്ന് തൂര് സീനാ പർവ്വതത്തിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് വരട്ടെ. ഈസാ നബി തൂര് സീനാ പർവ്വതത്തിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് വരുമ്പോ പടച്ചവനെ, മറിയം ബീവിയുടെ അരികത്ത് ആരോ വന്നിട്ട് പറയാണ്, അസ്സലാമു അലൈകി യാ മറിയമ. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, മറിയമേ അന മലക്കുൽ മലക്കുൽ മൗത്താണ്. എന്തിനാ വന്നത്? ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ അല്ലാഹു പറഞ്ഞു വിട്ടതാണ് മറിയമേ. ഉടൻ തന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരു പറച്ചില, അല്ലയോ അസ്റായീൽ, എന്റെ മകനൊന്ന് വരുന്നത് വരെ ഒന്ന് പിന്തിക്കാമോ? എന്റെ പുന്നാര മകൻ ഈസയുണ്ടല്ലോ, തൂര് സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഭക്ഷണം എടുക്കാൻ, വെള്ളമെടുക്കാൻ പോയിരിക്കുകയാണ്. എന്റെ മകനൊന്ന് മടങ്ങി വരുന്നത് വരെ എനിക്കൊന്ന് അവസരം തരുമോ? ആ സമയത്താണ് മലക്കുൽ മൗത്ത് പറഞ്ഞ, ഇല്ല, ഒരു മനുഷ്യന്റെ ആയുസ് ഇത്രേ ഉള്ളൂ, ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഇനി നിസ്കരിക്കാമെന്ന് പറഞ്ഞാ പറ്റൂലല്ലോ, നോമ്പ് നോക്കാമെന്ന് പറഞ്ഞാ പറ്റൂലല്ലോ. ഉപ്പമാരെ, മലക്കുൽ മൗത്തിനെ കാണുമ്പോ പറയാ, ഇനി ആയിരക്കണക്കാന വാളിന്റെ സദസ്സ് വന്നാലും അല്ലാഹുവേ അവിടെ ഞാൻ ഇരിക്കാം റബ്ബേ, ആമീൻ പറയാം റബ്ബേ, സ്വലാത്തുകൾ ചൊല്ലാം റബ്ബേ. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ ഒരല്പസമയം ഒന്ന് തരുമോ? ഏത് ഉസ്താദുമാര് വന്നാലും അല്ലാഹ് ഞാനവിടെ നിന്ന് വഅദ് കേൾക്കാം. ജുമഅക്ക് തൊട്ട് മുമ്പല്ല, നേരത്തെ ഞാൻ പള്ളിയിലേക്ക് പോകാം. ഒരു മനുഷ്യന്റെ കുറ്റവും ഞാൻ പറയില്ലല്ലോ, ഒരു മനുഷ്യനെ പറ്റി ആക്ഷേപിക്കില്ലല്ലോ, ഒരു മനുഷ്യനെ ഞാൻ കളിയാക്കില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ഒരല്പസമയവും എനിക്ക് തരാമോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹ് പറയാ, കല്ലാ ഇന്നഹാ വകലിമ. ഈ വാക്ക് വെറും പാഴ്വാക്കാണ്. നിനക്ക് എത്ര സമയം തന്നാലും, എത്ര അവസരം തന്നാലും നീ അവിടെ നന്നാകാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഇനി രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് വിളിച്ചു പറയുമ്പോ മറിയം ബീവിയോട് പറയുന്ന, മറിയമേ ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഉടൻ തന്നെ മറിയം ബീവിയുടെ ആത്മാവിനെ പിടിക്കുകയാ. ഈസാ നബി അവിടെ ഉമ്മ മരിച്ചത് അറിയുന്നില്ലല്ലോ, ഉമ്മ നോമ്പുകാരിയാണല്ലോ. ഉമ്മാക്ക് ഭക്ഷണവുമായി, ഉമ്മാക്ക് വെള്ളവുമായി ഈസാ നബി തൂര് സീനാ പർവ്വതത്തിന്റെ മലമുകളിലൂടെ സ്പീഡിന് നടക്കുകയാ. എന്തിനാണ്? നോമ്പ് തുറക്കുമ്പോ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കാൻ. ഈസാ നബി വന്നു നോക്കുമ്പോ ഉമ്മ കിടക്കുന്നുണ്ട്. എന്ത് പറ്റി പടച്ചവനെ എന്റെ ഉമ്മക്ക്? ഉമ്മ ഉറങ്ങുകയായിരിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളവും ഒരു ഭാഗത്ത് മാറ്റിവെച്ചു. കുറെ നേരം കാത്തിരുന്നിട്ട് ഉമ്മ കണ്ണു തുറക്കുന്നില്ല. വളരെ അതപോടെ ഉമ്മാന്റെ അരികത്ത് പോയിട്ട് മെല്ലെ വിളിച്ചു, ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ.
സീനാ പർവ്വതത്തിന്റെ മലമുകളിലൂടെ ഉമ്മാക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണവും വെള്ളവുമായിട്ട് കടന്നു വന്ന ഈസാ നബി കാത്തിരിക്കുകയാ. ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ. ഉമ്മ ഉണരുന്നില്ല. ഈസാ നബി വീണ്ടും മാറിയിരുന്നു. കുറച്ചുകൂടെ കാത്തിരുന്ന ഉമ്മാന്റെ അരികത്ത് വന്നു. ഉമ്മ നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് മുറിച്ചു. ഉമ്മ എഴുന്നേൽക്കുമോ? അടുത്ത ആളുകൾ അടുത്ത നോമ്പ് പിടിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി അവരെഴുന്നേറ്റ്. ഉമ്മ ഒന്നെഴുന്നേൽക്കുമോ? അനങ്ങാതെ കിടക്കുന്ന ഉമ്മാടെ തലയെടുത്തിട്ട് ഈസാ നബിയുടെ മടിത്തട്ടിൽ വെച്ചിട്ട് കരയുകയാണ്. ഉമ്മ ഒന്ന് വിളി കേൾക്കുമോ? ഉമ്മ ഒന്ന് കണ്ണു തുറക്കുമോ? ഉമ്മ ഈസാ നബിയുടെ വിളിയാണ്, തുറക്കണേ ഉമ്മ. പക്ഷേ ഉമ്മ അനങ്ങുന്നില്ലല്ലോ. ഉമ്മ അനങ്ങുന്നില്ലല്ലോ. ഈസാ നബിയുടെ കണ്ണുകളിലൂടെ ഒഴുകി വന്ന കണ്ണുനീര് ഉമ്മാന്റെ കവിൽ കടത്തിൽ വീഴുകയാണ്. എന്നിട്ട് പോലും ഉമ്മ ഉണരുന്നില്ല. ഈസാ നബി ഇത് അറിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ ഈസാ നബിയുടെ കരച്ചിൽ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീലും മാലാഖമാരും അല്ലാഹുവിനോട് പറയുന്നു, ഈസാ നബി കരയുന്നത് കണ്ടോ? ഈസാ നബി സങ്കടപ്പെടുന്നത് കണ്ടോ? ഈസാ നബി വിഷമിക്കുന്നത് കണ്ടോ? അല്ലാഹുവേ ഒന്നറിയിപ്പിക്കണ്ടേ അല്ലാ. ഉടൻ തന്നെ അല്ലാഹു അനുവാദം കൊടുക്കുന്നുണ്ട്. ഈസാ നബിയുടെ അരികിലേക്ക് പടച്ചവന്റെ ഗഗനലോകത്തുന്ന വാനലോകത്തുന്ന മലക്കു ജിബ്രീൽ പാറി പറന്ന് വന്നിട്ട് പറയാണ്, യാ റൂഹല്ലാഹി ഈസാ. ഈസാ നബിയെ കണ്ണു തുറക്കു നബിയെ. അവിടത്തെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബിയോട് പറയുമ്പോ ഈസാ നബിയുടെ കണ്ണു നിറഞ്ഞു പോയില്ലേ? സഹോദരങ്ങളെ, ആകപ്പാടെ ആശ്രയമുണ്ടായിരുന്ന ഉമ്മാനെ അല്ലാഹു കൊണ്ടുപോയില്ലേ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ സങ്കടമേതാണ്? അല്ലാ, നമ്മുടെ ഉമ്മാന്റെ ആത്മാവ് പോകുമ്പോഴാണല്ലോ ഈസാ നബി പറയുന്നു, എന്റെ ഉമ്മ മൗത്തായെന്നാണോ? ഏറ്റവും സ്നേഹമുള്ള മക്കളുണ്ടോ? ആ മക്കൾക്കറിയാ ഉമ്മ മൗത്തായ ആ വീടിന്റെ ഓരോ ഭാഗത്ത് നോക്കുമ്പോഴ് അല്ലാഹുവേ, എന്റെ ഉമ്മ ഇരുന്ന സ്ഥലമാണല്ലോ, എന്റെ ഉമ്മ ഉപയോഗിച്ച തസ്ബീഹാണല്ലോ. ഉമ്മ മരിച്ചവർക്ക് അതിന്റെ വിലയറിയുള്ളൂ. ഉമ്മ ഇല്ലാത്ത വീടൊന്ന് ചിന്തിക്കാൻ പറ്റോ ചെറുപ്പക്കാരാ? അവര് സ്വർഗത്തിന്റെ റാണികളല്ലേ എന്ന് പറഞ്ഞ വീട്ടിലെ സ്വർഗമല്ലേ അവര്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പൊട്ടിക്കരഞ്ഞിട്ട് ഈസാ നബി അവസാനം തൂര് സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് വന്നിട്ട് പറയാണ്, അല്ലയോ സഹോദര, ഈ ദുനിയാവ് ചതിയുടെ ഗേഹമാണ്. ആരെയാണ് കൊണ്ടുപോകുന്നത് എന്നറിയില്ല. അമല് ചെയ്തോ, നന്മയിലേക്ക് വന്നോ, സന്തോഷത്തിലേക്ക് മുന്നേറിക്കോ എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അവരോട് പറയാണ്, ഈ മരണമെന്ന് പറയുന്നത് അത് മൗനമായ ഉപദേശകനാ. സഹോദരങ്ങളെ, ശരിയല്ലേ? മരണമെന്ന് പറയുന്നത് അത് മൗനമായ ഒരു ഉപദേശകനല്ലേ? നിങ്ങൾ എത്ര ആളുകളുടെ മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കിയവരാണ്. അപ്പോഴൊക്കെ നിങ്ങളോട് അവർ വിളിച്ചു പറഞ്ഞു, മോനെ, ഇന്ന് നിങ്ങൾ എന്നെ ചുമന്നു കൊണ്ട് പോകുന്നവരാണല്ലോ. നാളെ ഒരു സമയം വരുമ്പോ നിങ്ങൾ എന്നെ ചുമന്നുകൊണ്ട് പോകുമല്ലോ, നിന്നെ ചുമന്നുകൊണ്ട് പോകുമല്ലോ. എന്തിനേറെ നമുക്കറിയുമല്ലോ, അലീബാനത്തിന്റെ കഥയറിയാത്തവരില്ലല്ലോ. കോടിക്കണക്കാണ് സമ്പത്തുള്ള അലീബാനറ്റ് അവസാന ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അറിഞ്ഞത് ക്യാൻസർ ആണെന്നറിയുമ്പോ
വേദനയോടെ സങ്കടത്തോടെ മനസ്സ് പൊട്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന അദ്ദേഹത്തിന്റെ സമ്പത്തിലൊക്കെ നോക്കുകയാണ്. നോക്കിയിട്ട് പറയുന്നു, ഡോക്ടർ പറഞ്ഞത് 75 ദിവസമാണ്, ഇനി ഇതിനപ്പുറത്തോട്ട് അരീബാനറ്റം എന്ന് പറയുന്ന ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മരിച്ചപ്പോ അരീബാനറ്റം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി പോയി. എല്ലാവരും മയ്യത്ത് കബറടക്കിയിട്ട് പിരിഞ്ഞു. ഇദ്ദേഹം മാത്രം കൂട്ടുകാരന്റെ കബറിന്റെ അരികത്തിരുന്നു. ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, അല്ലാ, ഇന്നെന്റെ കൂട്ടുകാരനെ ആളുകൾ കൊണ്ടുവന്നിട്ട് കബറടക്കിയതാ. ഒരുപാട് പ്രായമുള്ളവനല്ലല്ലോ, ഒരുപാട് വയസ്സുള്ളവനല്ലല്ലോ. ഇന്ന് അവനെ കൊണ്ടുവന്ന് കബറിന്റെ ഉള്ളിൽ വെച്ചതുപോലെ നാളെ എന്നെ കൊണ്ടുവന്നിട്ട് കബറിൽ വെക്കുമല്ലോ. ഡോക്ടർമാര് 75 ദിവസം പറഞ്ഞെങ്കിലും അതിന്റെ ഉള്ളിൽ എന്റെ റൂഹ് പൊയ്ക്കൂടാ എന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബാഗ് എടുത്തിട്ട് ഒരൊറ്റ പോക്കാണ് ആഫ്രിക്കയിലേക്ക്. അവിടെ ചെന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സമ്പത്തുകൾ മുഴുവനും വാരിയെറിഞ്ഞത് ഇന്നീതാർക്കാട് എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചെങ്കില് മരണമെന്ന് പറയുന്നത് അത് മൗനമായ ഒരു ഉപദേശകനാണ്. അതുകൊണ്ടാണ് മദീനത്തിന്റെ മണിമുത്ത് പറഞ്ഞു പോയത്, ഈ ഇരിക്കുന്ന ഓരോരുത്തരും കുറച്ചു നേരം നിങ്ങളും മരിച്ചതായിട്ടൊന്ന് സങ്കല്പിക്കുമോ? ഞാൻ ചുരുക്കിക്കൊണ്ടുവരികയാ, നിങ്ങളും മരിച്ചതായിട്ടൊന്ന് സങ്കല്പിക്കുമോ? അല്ലാഹുവേ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ആളുകൾ വരുന്നവന്ന് ചിന്തിക്ക്, നിങ്ങളുടെ മക്കള് കരയുന്നവന്ന് ചിന്തിക്ക്, നിങ്ങളുടെ ഭാര്യ കരയുന്നവന്ന് ചിന്തിക്ക്, നിങ്ങളുടെ ഉമ്മ കരയുന്നവന്ന് ചിന്തിക്ക്. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, മരണമെന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല ഉപദേശകരാണ് ആയിഷ. അതുകൊണ്ട് അവിടെ നിന്ന് റസൂലുള്ള വരിവരിക്ക് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ പറയാ. ആയിഷ, ഓരോ മനുഷ്യന്റെ ആത്മാവും മറ്റുള്ളവർക്ക് ഉപദേശകനാണ് ആയിഷ. ഉപ്പമാരെ, നിങ്ങൾ മരിച്ചാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് മരിച്ചാൽ, ആ മരണപ്പെട്ട ആളിന്റെ ആത്മാവ് ചുമക്കുന്നവരോട്, കുളിപ്പിക്കുന്നവരോട്, കൊണ്ടുപോകുന്നവരോട് അവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കില്ലല്ലോ. നബി തങ്ങൾ പറയുന്നു, ആയിഷ, മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആത്മാവ് വിളിച്ചു പറയാട്, എന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നവരെ, ഇന്നലെ വരെ സ്വന്തമായി കുളിച്ചിരുന്നവനാ, ഇന്നലെ വരെ സ്വന്തമായിട്ട് നടന്നിരുന്നവനാ, ഇന്ന് നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് വന്ന് കുളിപ്പിക്കുകയാണല്ലോ, എന്നെ നിങ്ങൾ കൊണ്ടുപോവുകയാണല്ലോ, എന്നെ നിങ്ങൾ കുലുക്കല്ലേ, എന്നെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ. കാരണം എന്തെന്നറിയോ? ഇന്നമിൽ മുജാദബത്തി മലക്കുൽ മലക്കുൽ മൗത്ത് കടന്നു വന്ന് ശരീരത്തിന്റെ ആത്മാക്കൾ, ശരീരത്തിന്റെ ഞരമ്പുകള് അതൊക്കെ വലിച്ചു മുറുക്കിയ വേദന മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്നെ കുളിപ്പിക്കുന്നവരെ, എന്നെ പിടിച്ചു കുലുക്കല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് ആയിഷ. അവസാനം എല്ലാവരും കൂടെ കുളി കഴിഞ്ഞിട്ട് വീടിന്റെ ഏറ്റവും വലിയ ഹാളില് ഒരു പായ വിരിച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കട്ടിലില് വെള്ളത്തുണി വിരിച്ചിട്ടിരിക്കുകയാണ്. ആ വെള്ളത്തുണിയിൽ നിങ്ങളെ കൊണ്ടുവച്ചതൊന്ന് ചിന്തിച്ചോ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്ക്. നിങ്ങളെ കൊണ്ടുവന്ന് വെള്ളത്തുണിയിൽ വെക്കുകയാ. നബി തങ്ങൾ പറയുന്നു, ആയിഷ, അങ്ങനെ കാല് കെട്ടുന്നുണ്ട്, അരഭാഗമങ്ങ് പൊതിയുന്നുണ്ട്, ഇനി പൊതിയാൻ ബാക്കിയുള്ളത് തലഭാഗമാണ് ആയിഷ. ആ സമയത്താണ് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവ് പറയാ, വയാ അഹിബ്ബായി വയാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, എന്റെ മക്കളെ, എന്റെ കൂടപ്പുറപ്പുകളെ, കഫന റഅസി ഹത്താ
أهلي وأولادي فإن هذا آخر رؤيتي. എന്റെ കാല് കെട്ടിയവരെ, എന്റെ കൈപൊതിഞ്ഞവരെ, ഇനി കെട്ടാൻ ബാക്കിയുള്ള എന്റെ തലഭാഗം കൂടെയല്ലേ ഉള്ളൂ. നിങ്ങൾ എന്റെ തല പൊതിയല്ലേ. എന്റെ മക്കളൊന്ന് കാണട്ടെ, എന്റെ ഭാര്യ ഒന്ന് കാണട്ടെ. ഇനി അവർക്ക് കാണാൻ കഴിയില്ല. അല്ലാഹുവേ, അവസാനത്തെ കാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യന്റെ ആത്മാവും വീട്ടിൽ നിന്ന് പൊതിയുമ്പോ വിളിച്ചു പറയുന്നുണ്ട്, ആയിഷ അവസാനം മയ്യത്ത് പൊതിഞ്ഞു. വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങാൻ നേരം എന്റെ ഉപ്പമാരെ, പെങ്ങളെ ചിന്തിക്കുക. വീട്ടിൽ നിന്ന് കൊണ്ട് ഇറങ്ങാൻ പോകുന്ന നേരത്ത് ആത്മാവ് പറയാ, ഒന്ന് നിൽക്കുമോ? എന്നെ ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ ഒന്ന് നിൽക്കുമോ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരോ കരയുന്നുണ്ട്. അതെന്റെ മക്കളാണോ? അതെന്റെ ഭാര്യയാണോ? അതെന്റെ ജേഠനാണോ? അതെന്റെ പൊന്നാര പേരമക്കളാണോ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരൊക്കെയോ കരയുന്നുണ്ട്. പാപ്പ വിട പറഞ്ഞ വേദനയിൽ കരയുന്നുണ്ട്. പാപ്പ പോയതിന്റെ വേദനയിൽ കരയുന്നുണ്ട്. അവസാനമായി ആ കരച്ചിൽ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വാവിട്ടുകൊണ്ട് കരയുന്നവരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആര് കേൾക്കാനാ? കൊണ്ടുപോകാൻ നേരം വീണ്ടും പറയാ, അസ്സലാമു അലൈക്കും, ഞാൻ പോവുകയാണ്. അതാ വീടിന്റെ ജനാലയുടെ കമ്പി പിടിച്ചിട്ട് പെൺമക്കൾ കരയുന്നുണ്ട്. ഇപ്പൊ പോവുകയാണോ? ഇന്നലെ വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന, ഒരുപാട് സ്നേഹം തന്നിരുന്ന, ഒരുപാട് ഇഷ്ടം തന്നിരുന്ന, ഒരുപാട് സന്തോഷം തന്നിരുന്ന എന്റെ ഉപ്പ, നിങ്ങൾ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് വേദനയോടെ, സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട്, പോവുകയാണ്. എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞു പോകുന്നവര്, എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പോകുന്നവര്, അല്ലാഹുവേ പടച്ചവനെ, എവിടെ പോയാലും പറയാറുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന് വന്നപ്പോ എന്നെ ഇവിടെ നിന്ന് വിളിക്കാമെന്ന സംഘാടകർക്ക് അറിയാം. ഒരു ബാഗന്റെ കയ്യിലുണ്ട്, ഒരു പെട്ടിയും എന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവളെല്ലാം മടിക്കി പറക്കി വെച്ചു തന്നു. ഇനി അടുത്ത ഒരു വെള്ളിയാഴ്ച എത്തുകയുള്ളൂ. അതുവരെ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ കുരുന്നുമക്കളുടെ കവിൾത്തടത്തിൽ മുത്തം കൊടുക്കുമ്പോ, അല്ലാഹുവേ, തിരിച്ചു വീട്ടിലേക്ക് ചെന്നെന്ന് പറയാൻ പറ്റൂ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മക്കളെ കണ്ടിട്ട് വന്നവരല്ലേ? തിരിച്ചു പോയാ മക്കളുടെ കവിളത്ത് മുത്തം കൊടുത്താലേ മുത്തം കൊടുത്തെന്ന് പറയാൻ പറ്റൂ? ആർക്ക് പറയാൻ പറ്റും? എന്റെ ചെറുപ്പക്കാരാ, ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ലല്ലോ. അവസാനം മയ്യത്ത് കൊണ്ടുപോവുകയാണ്. തിരിച്ചു വരാത്ത ഒരു യാത്രയാ. ഒരാളും അവിടെ നിന്ന് കൂട്ടിനില്ലാത്ത ഏകാന്തമായിട്ടുള്ള യാത്രയാണ്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയും ഏറ്റി ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. അല്ലാഹുവേ, യാത്ര തിരിക്കുകയാ, തിരിച്ചു വരാത്ത യാത്ര. വീട്ടിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ചു. നമ്മുടെ മക്കള് വരുന്നില്ലല്ലോ, നമ്മുടെ ഭാര്യ വരുന്നില്ലല്ലോ, നമ്മുടെ സഹോദരങ്ങൾ വരുന്നില്ലല്ലോ. ഇന്നലെ വരെ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഉപേക്ഷിച്ചല്ലോ. ഇന്നലെ വരെ കിടന്നിരുന്ന കട്ടില് വേണ്ടല്ലോ. ഇന്നലെ വരെ കിടന്നിരുന്ന മെത്ത വേണ്ടല്ലോ, ബെഡ്ഷീറ്റ് വേണ്ടല്ലോ. ഒന്നും വേണ്ടാതെ 3 കഷണം തുണിയിൽ പച്ച മണ്ണിൽ കിടക്കാൻ
നമ്മൾ പോവുകയാണ്. അങ്ങനെ മയ്യത്തിനെ ചുമന്നുകൊണ്ട് പോകുന്നവരെ വിളിച്ചിട്ട് ആയിഷ, ഈ മനുഷ്യന്റെ ആത്മാവ് പറയാ, എന്നെ ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, ഫലാ തഗുറന്നകുമു ദുനിയാ കമാ ഗറതനി. എന്നെ ദുനിയാവ് ചതിച്ചു മോനെ, എത്ര ബാങ്ക് കേട്ടു മോനെ, അല്ലാഹു എനിക്ക് എത്ര സമ്പത്തുകൾ തന്നിട്ടുള്ളതായിരുന്നു, പക്ഷേ ഒരാൾക്കും ഞാനൊന്നും കൊടുത്തില്ലല്ലോ. അല്ലാഹുവിന്റെ പള്ളിയില് ബാങ്ക് കേട്ടിട്ട് പോലും ഞാനങ്ങ് പോയിട്ടില്ലല്ലോ. എന്നെ ദുനിയാവ് ചതിച്ചല്ലോ. അതുകൊണ്ട് എന്നെ ചുമക്കുന്നവരെ, നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയമുണ്ട്, ഖളാ വീട്ടാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കോ, നിങ്ങൾ നോമ്പ് നോക്കോ, നിങ്ങൾ സ്വതക്ക ചെയ്യോ. എന്നെ ചതിച്ചതുപോലെ നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ആര് കേൾക്കാനാ? അവസാനം കൊണ്ടുവന്ന പള്ളിയുടെ അകത്ത് വെച്ചിട്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ചില ആളുകൾ ഇറങ്ങി ഓടുമ്പോ ആത്മാവ് ചോദിക്കുന്നു, എവിടേക്കാ പോകുന്നത്? ഇന്നലെ വരെ ഇതുപോലെ ഞാൻ ഓടിയവനാ, ഇന്നലെ വരെ എനിക്ക് ഒരുപാട് തിരക്കുള്ളവനാ, കച്ചവടമുള്ളവനാ, ഇന്നതാ പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പോകല്ലേ. അവസാനമായിട്ട് എനിക്ക് കിടക്കാനുള്ള വീട്, ആ വീട് കൂടെ കാണാതെ നിങ്ങൾ പോകല്ലേ. സഹോദരങ്ങളെ, നബിതങ്ങൾ പറയാ, അവസാനം എല്ലാവരും കൂടിയിട്ട്, ഉപ്പമാരെ, നിങ്ങളുടെ മയ്യത്ത് നാട്ടുകാര് ചുമക്കുകയാ, നിങ്ങളുടെ മക്കള് ചുമക്കുകയാ, അവര് കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിലേക്ക് വെക്കുകയാണ്. ഏതുവരെ? മക്കള് വന്ന് കബറിന്റെ അരികത്ത്, ഉമ്മാന്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങൾ കബറിന്റെ അരികത്ത് എല്ലാവരും വന്നിട്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞ് പിടിമണ്ണെന്ന് വാരിയിടുകയാ ആയിഷ. എല്ലാവരും പിടിമണ്ണ് വാരിയിട്ടിട്ട് പിരിയാൻ പോവുകയാണ്. ആരുണ്ട് സഹോദരങ്ങളെ? മക്കൾക്ക് വേണ്ടി സമയമില്ലാതെ ഓടിയവരാണ്, ഭാര്യയ്ക്ക് വേണ്ടി ഓടിയവരാണ്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓടിയവരാ. അന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലല്ലോ, നോമ്പ് നോക്കാൻ പറ്റിയില്ലല്ലോ. ഇന്ന് ഒന്നിനും പറ്റാത്ത ഒരു സമയമായി ആ കബറിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കുമ്പോ ഇലയിന്മേ തണ്ണീരതും ചേർത്തോ മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാരിലേ. കനമേറും മീസാങ്കല്ലും മണ്ണും അതിലുമീതെ മറമാടും ഖബർ ബഹു ജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന്. അല്ലാഹുവേ, നിങ്ങളുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോഴേ ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഭാര്യ ചോദിക്കുന്നു, ഇനി എനിക്കാരാ? എന്റെ മക്കളെ നോക്കുന്നതാരാ? ഭാര്യമാര് പറയൂ, അല്ലാഹുവേ, എന്റെ ഭർത്താവ് ഖബറിലേക്കാണ് പോകുന്നത്, എന്റെ ഭർത്താവിന്റെ ഖബറിൽ ഇനി ആരാ? എന്റെ ഭർത്താവിന്റെ ഖബറില് നന്മകളുണ്ടോ റബ്ബേ? എനിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഓടിയവരല്ലേ പടച്ചോനെ, ഇന്ന് തനിച്ചാവുകയാണല്ലോ. അതുകൊണ്ട് ആയിഷ അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്ന കബറടക്കിയിട്ട് എല്ലാവരും അങ്ങ് പിരിയുമ്പോ, ഇന്നലെ വരെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന മക്കള്, കവിൽ തടത്തിൽ മുത്തം കൊടുത്ത മക്കള്, ആ പ്രിയപ്പെട്ട പുന്നാര മക്കളൊക്കെ ഉപ്പയോട് അസ്സലാമു അലൈക്കും യാ അബീ എന്ന് പറഞ്ഞു മക്കൾ അവിടെ നിന്ന് ബാപ്പയെ കൊണ്ടുവന്ന പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് അവിടെ നിന്ന് പിരിയുമ്പോ
കിടക്കുന്ന മനുഷ്യന്റെ ഒരു വാക്കുണ്ട്, നിങ്ങൾ പോവുകയാണോ, നിങ്ങൾ ഞങ്ങളെ മറക്കല്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യണേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ അരക്കണേ, നിങ്ങൾ ഞങ്ങളെ മറന്നു പോകല്ലേ. കാരണം ഇന്നലെ വരെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാണ്, ഇനി ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കാനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ കിടന്നിട്ട് നിലവിളിച്ച് കരയുമ്പോ നബി തങ്ങൾ പറയുന്നു, ആയിഷ, മരണമെന്ന് പറയുന്നത് അത് മൗനമായ ഉപദേശകനാണ്. ആയിഷ, നമ്മളെത്ര ചുമന്ന് കൊണ്ടുപോയി, നമ്മളെത്ര ചുമന്നിട്ട് പോയി, നമ്മളെത്ര ആളുകളെ കൊണ്ടുവച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, രണ്ടാമതായി പറഞ്ഞത് ഉദ്കുരിൽ മനിയ, മൂന്നാമതായി പറഞ്ഞത് നിങ്ങളുടെ ഉപ്പയോടുള്ള മഹബത്താണ്. നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് അവരുടെ പൊരുത്തത്തോടെ അവരെ ഇഷ്ടപ്പെട്ട് അവരെ ബഹുമാനിച്ച് പിന്നീട് അവിടെ ഉപ്പയും ഉമ്മയും കുടുംബക്കാരുമൊക്കെ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലല്ലാഹ്. എനിക്ക് ഇവിടെ ഇരിക്കുന്നവരോട് ഉമ്മയെ പറ്റി പറയാൻ, പാപ്പയെ പറ്റി പറയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങളുടെ സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. ഒരുപാട് ജോലികൾക്കൊക്കെ പോകാനുള്ളവരാണല്ലോ, അല്പമൊന്ന് ഉറങ്ങാനുള്ളവരാണല്ലോ. അല്ലാഹുവേ, ഈ പവിത്രമായ മജ്ലിസില് നിന്നെ പറ്റി പറഞ്ഞപ്പോ എഴുന്നേറ്റു പോകാതെ ആദ്യം മുതല് മജ്ലിസിനോട് ചൊല്ലിയ സമയം മുതല് ഇത്രയും നേരം ഈ മജ്ലിസിൽ ഇരുന്നവരാണ് റബ്ബേ. നീ അവരെ തട്ടല്ലേ റബ്ബേ, സ്വീകരിക്കാതെ മടക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നീ സ്വർഗം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എപ്പം മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വിട പറയാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്.